പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളുമായി ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബ്രദർ സെബാസ്റ്റ്യൻ അവറുകളാണ്. തന്റെ ജീവിതത്തിലെ ഒത്തിരി നല്ല അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവയ്ക്കാനുണ്ടാകിയാൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ സാക്ഷി നമുക്ക് കേൾക്കാം. സ്കിപ്പ് ചെയ്യാൻ അവസാനം വരെ എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ സെബാസ്റ്റ്യൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. ബ്രദറിനെ ഞങ്ങൾക്ക് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ ബ്രദർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ ആലപ്പുഴ വില്ലേജിൽ ചേർത്തല അർത്തിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ ഏജി ചർച്ചിലാണ് ആരാധിച്ച് പോകുന്നത്. ഞങ്ങൾ 4 പേര്, ഭാര്യ, 2 മക്കള്. മോളെ വിവാഹം ചെയ്ത് അയച്ചു, മോനെ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ബ്രദർ എന്ത് ചെയ്യുന്നു? ജോലി മത്സ്യബന്ധനമാണ്. ഓക്കെ. ബ്രദറിന്റെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാലത്തെ കുറിച്ചും വിദ്യാഭ്യാസത്തെ കുറിച്ചും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നല്ല അനുഭവങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായി സംസാരിക്കാം. ഞങ്ങള് 3 ആണും 1 പെണ്ണുമാണ് എൻ്റെ മാതാപിതാക്കന്മാർ. അതിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. എൻ്റെ പെങ്ങളെ വിവാഹം ചെയ്ത് അയച്ചു, ചേട്ടന്മാര് 2 പേരും വിവാഹം ചെയ്തു, ഞാനും വിവാഹം ചെയ്തു. ഞാൻ അങ്ങനെ കുടുംബത്തായിരുന്നു. എൻ്റെ അപ്പം മരിക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ 6 മാസം അമ്മ എന്നെ വഹിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് എനിക്കങ്ങനെ ജന്മം നൽകുവാൻ ദൈവമായ കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് ആ മാതാവ് അങ്ങനെ എന്നെ വളർത്തി ഇത്രത്തോളമാക്കി. എൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ മാതാവ് എന്നെ എങ്ങും വിട്ടു പോകാതെ എൻ്റെ കൂടി തന്നെ ആയിരുന്നു. വിശ്വാസത്തിൽ കടന്നു വരുന്ന സമയത്ത് ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ മാതാവിൽ നിന്നും, എൻ്റെ സഹോദരന്മാരിൽ നിന്നും, എൻ്റെ അയൽവാസികളിൽ നിന്നും, എൻ്റെ സ്നേഹിതന്മാരിൽ നിന്നും, എല്ലാവരിൽ നിന്നും വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഞാൻ അനുഭവിച്ച് കടന്നു പോകും. എന്നാലും കർത്താവ് അവിടെ എല്ലാം വളരെ ദൈവിക സാന്നിധ്യത്തോടു കൂടി എന്നെ നടത്തുവാൻ ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് എന്നെ ദൈവം കരം പിടിച്ച് നടത്തി ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നു. ഞാൻ കുടുംബമായി അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. എനിക്ക് മക്കളായി. ജോലി എൻ്റെ വൈഫിന്റെ ആങ്ങള വഴിയായിട്ട് ഇങ്ങനെ ബോട്ടും വില വഞ്ചിയായിട്ട് അല്ല, വലിയ ബോട്ട്, വലിയ മുതലാളിമാരുടെ കൂട്ടത്തിലൊക്കെ ജോലിക്ക് പോയിട്ട് വലിയ ഒരു മെച്ചമായിട്ട് ഞങ്ങൾക്കൊന്നും ലഭിക്കുവാൻ ഇടയായില്ല. അവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ടോടുകൂടി തന്നെ എന്നാലും കർത്താവിന്റെ സന്നിധിയിൽ പിടിച്ചു നിൽക്കും. ഒത്തിരിയേറെ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന സമയത്ത് ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങൾ. ഞാൻ ബോട്ടിൽ പോയ സമയത്താണ് എന്നോട് ഒരു അച്ചായൻ സുവിശേഷം പറയുവാൻ ഇടയായത്. ഞാൻ ഓർത്തു, എൻ്റെ വൈഫിന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയാൽ എനിക്ക് അവിടെ സുവിശേഷം പറയുമ്പോൾ ഞാൻ വല്ലാത്ത വിഷമിച്ച് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കടന്നു പോരുവാനിടയായിട്ടില്ല. അവിടെ ഒരു ദിവസം പോലും, ഒരു അന്തി പോലും ഞാൻ അവിടെ താമസിക്കത്തില്ല. വൈഫ് മാത്രമേ അവിടെ താമസിക്കത്തുള്ളൂ. അങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെ ബോട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഒരു അച്ചായനാണ് എന്നോട് സുവിശേഷമൊക്കെ എന്നോട് പറഞ്ഞു, സെബാസ്റ്റ്യനെ, ഇവിടെ കണ്ണമാലയുടെ പ്രദേശത്ത് ഒരു കൺവെൻഷൻ നടപ്പുണ്ട്, നീ വരണം, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവത്തെ അറിയാന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ ഓർക്കുകയാണ്, ദൈവത്തെ അറിയാം, ഞാൻ ദൈവത്തെയല്ലേ വിളിക്കണത് എന്ന് പറയുവാനിടയായിട്ടത്. പക്ഷെ അവിടെ ദൈവവചനം കേൾക്കുവാൻ പോയപ്പോൾ അന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു വ്യത്യാസം. പിന്നെ ആ അച്ചായനുമായിട്ട് ഞാൻ അടുക്കുവാൻ തുടങ്ങി. എന്നോട് വള്ളത്തില് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസത്തേക്കപ്പുറം ഉണ്ടാകത്തില്ല. പക്ഷേ ആ ബോട്ടുമേൽ വെച്ച് എന്നോട് സുവിശേഷം പറയുമ്പോൾ മറ്റുള്ളവർ പറയും, നീ പിന്നെ കൂടിക്കോ, നിന്നെ പുള്ളിക്കാരൻ കൊണ്ടുപോയിക്കോളും, വേറെ സ്ഥലത്താണ്, നീ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരിയേറെ ആക്ഷേപിക്കും. ഞാൻ അവിടെ ഒന്നും ചെവി കൊടുക്കുവാനോ മനസ്സ് വെക്കുവാനോ ഒന്നും ഇടയായില്ല. ദൈവവചനത്തിന് മാത്രം ഞാൻ അങ്ങയുടെ ആ ഓരോ വാക്കുകൾ ഞാൻ കേട്ടങ്ങനെ നടന്നു. ഞാനങ്ങനെ വീട്ടിലൊന്നും പറഞ്ഞില്ല, എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞില്ല. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫിന്റെ ചേച്ചിയുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ നമുക്ക് ഇവരുടെ ചർച്ചിൽ നമുക്കൊരു ദിവസം പ്രാർത്ഥനക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടില്ല, മൗനമായി തന്നെ സമ്മതം എന്ന് പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരുടെയും കൂട്ടത്തിൽ, ചേട്ടൻ്റെ 2 ആൺമക്കളാണ്, അവരും ഞങ്ങളെല്ലാവരും കൂടി സന്തോഷത്തോടു പോയി. എനിക്ക് എന്താണെന്ന് ഏതെന്ന് ഇല്ലാത്തതായുള്ള ഒരു സന്തോഷം വന്ന് ആ ആരാധനയ്ക്ക് കടന്നു പോയപ്പോൾ മുഴുവനും എൻ്റെ ഹൃദയത്തിൽ തേങ്ങലാണ് വരുന്നത്. പക്ഷേ ഈ ദൈവസന്നിധിയിൽ പോയി ആരാധിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ ആകമാനം ഉണ്ടാകാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ബോട്ടുമേൽ പോയി. ഞാൻ അവിടെ നിന്ന് ഒത്തിരിയേറെ വിഷമിച്ചു. ഈ സാഹചര്യത്തിലൊക്കെ എനിക്കൊന്നും ലഭിക്കാതെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീട്ടിലെ കാര്യം, ഞാൻ അമ്മേനെ നോക്കണം, എൻ്റെ വൈഫ്, എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, അതിനെയൊക്കെ നോക്കണം.
വളരെ ഞെരുങ്ങി പോകുന്ന സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞ ഒരു പൈതല. ഞാൻ തീരുമാനമെടുത്തിരിക്കുക. 2000-ലാണ് ഞാൻ ദൈവത്തെ അറിയുവാനിടയായത്. ആ വർഷത്തിൽ തന്നെ ബൈബിളെ കുറിച്ച് പഠിക്കുകയും ഒരു ഭവനത്തിൽ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലാണ് ഞാൻ സ്നാനപ്പെട്ട് ആരാധിച്ചു പോകുന്നത്. എന്നാൽ അവിടെ ഞങ്ങൾ ഒരു ഭവനത്തിൽ, വാടകയായിട്ടല്ല, സ്വന്തമായിട്ട് തന്നെ ആശാന്റെ ഭവനത്തിൽ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഡെയിലി ആ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോവുകയും അവിടെ ബൈബിൾ ക്ലാസ് നടത്തുകയും നല്ല ഭക്ഷണമൊക്കെ അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകും. ഞങ്ങൾ ബൈബിളെ കുറിച്ച് ഒരു 6-7 മാസം പഠിച്ചു കഴിഞ്ഞാണ് സ്നാനപ്പെടുത്തുന്നത്. പക്ഷെ ഇപ്പോഴത്തെ രീതിയൊക്കെ അങ്ങനെയല്ല. പെട്ടെന്ന് ഇങ്ങോട്ട് വരിക, അറിയിക്കുക, അവരെ സ്നാനപ്പെടുത്തുക, എന്നിട്ട് ആരും തന്നെ നിൽക്കാത്ത ഒരു അനുഭവം. പക്ഷെ അന്ന് ബൈബിളെ കുറിച്ച് ഒത്തിരിയേറെ പഠിപ്പിച്ചു. വീട്ടിൽ പോയി എല്ലാം നോട്ട് ചെയ്യും, നോക്കും. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മൾ നിന്ന സാഹചര്യവും ഇതുമൊക്കെ നോക്കിക്കഴിഞ്ഞു എന്തോരം വ്യത്യാസമാണ്. ദൈവമായിട്ട് നമ്മൾ ഒരുപാട് ബന്ധമാണ്. ഒരു ബന്ധവും ഇല്ല. ഒരു ബന്ധമില്ലാത്ത ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു വന്ന് പരിശോധിച്ച് ഞാൻ തന്നെ ഇങ്ങനെ തീരുമാനമെടുത്തു. പക്ഷെ ആ ആഗ്രഹം പോലെ തന്നെ എന്നെ ദൈവം നല്ല വഴിക്കൊക്കെ മാറ്റുവാനിടയായി തീർന്നു. പിന്നെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ അങ്ങയുടെ ഒരു പൈതലാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ജോലിയെടുക്കാതെ എനിക്ക് സ്വന്തമായിട്ട് ജോലിയെടുക്കുവാനുള്ള ഒരു ഉപകരണം എന്തെങ്കിലും ദൈവം എനിക്ക് തരണം. അങ്ങനെയാണ് എൻ്റെ സാഹചര്യം കണ്ട് ഞാൻ ചോദിച്ചൊന്നുമില്ല, ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളായിരുന്ന ചർച്ചിലെ ദേവദാസൻ എന്നോട് പറഞ്ഞു, സഹോദരൻ ഇങ്ങനെ തൊഴിൽ വല്ലതും താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ദേവദാസൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു തോന്നല് ദൈവം തന്നതായിരിക്കും, സഹോദരന് ഒരു ചെറിയ വഞ്ചി എടുത്ത് എനിക്ക് തരണമെന്ന്. അന്ന് എഞ്ചിനൊന്നുമല്ല, ഇങ്ങനെ തുഴഞ്ഞു പോകണം. അങ്ങനെ ഞാൻ ആ വഞ്ചിയുമായിട്ട് അങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ, സിനിമയിലൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്നത്, അങ്ങനെ ഞാൻ ആ തൊഴിലുമായിട്ടൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അത്ഭുതം പോലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരികയും എനിക്ക് വല്ലാത്ത എങ്ങുമില്ലാത്ത ഒരു ധൈര്യം. വെള്ളത്തിൽ പോലും ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അത്ര ധൈര്യമില്ല ഈ വെള്ളവുമായിട്ട് ഇങ്ങനെ ജോലിക്ക് എനിക്ക് പോകുന്നത്. നീന്തൊക്കെ അറിയാം, പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ മഞ്ചയിൽ ഒറ്റക്ക് ഇങ്ങനെ പോകുന്നു. വലിയ തിരകളൊക്കെ വരുമ്പോ ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ കര നിൽക്കുന്നവർ അയൽവാസികളെ പറയും, സുഭാഷ, മാതാവിനെ വിളിച്ചു, അല്ലെ രക്ഷയില്ല. അപ്പൊ ഇവരെല്ലാം ഈ തിര വരുമ്പോ അമ്മേ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ, എന്റെ യേശുവേ, അങ്ങ് സൃഷ്ടിച്ച സമുദ്രമാണ്. ആ സമുദ്രത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് വിളിക്കുമ്പോ നീ മാത്രമേ. ഈ പടക് മുഴുവനും തിര കൊണ്ടിങ്ങനെ മുങ്ങിപ്പോകുന്ന ഞാൻ ആ ശിക്ഷ എനിക്കറിയാൻ പാല. അതാ ഞാൻ നശിച്ചു പോകും. എനിക്ക് വിചാരമില്ലേ, ഞാൻ ജോലിക്ക് കടന്നു പോയ എന്റെ കുടുംബത്തിൽ പോകും. പക്ഷെ അവിടെ എല്ലാം ദൈവം എനിക്ക് ആ വചനങ്ങളൊക്കെ തന്നു. ഞാൻ അപ്പുറത്ത് പോയിച്ചു, നല്ല മത്സ്യങ്ങളൊക്കെ എനിക്ക് കിട്ടും. ഇവിടെ വരുമ്പോ പറയും, ഇവനോട് കൂടി കർത്താവുണ്ട് കേട്ടാ, ഇവൻ ഈ യേശുവേ എന്ന് വിളിക്കണില്ലേ, ഇവനോട് കൂടി ദൈവമുണ്ട്. ഇവൻ ഇങ്ങനെ പോയിട്ട് ഒരു വാക്ക് ഇന്ന് വരെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. നമ്മളൊക്കെ കടലിൽ തിര വരുമ്പോ അമ്മേ എന്ന് വിളിക്കും. അവൻ വിളിക്കണ യേശുവേ എന്നെ രക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് സംഭവമാണ്. ഞാൻ ഈ വള്ളവുമായിട്ട് കര വരുമ്പോൾ ഇതിന്റെ താഴെ നമ്മൾ ഈ ചെറിയ പടിയൊക്കെ ഇട്ടിട്ട് ഓയിലൊക്കെ തൂത്താണ് പിടിച്ചു കയറ്റുന്നത്. ഇതുവരെയൊക്കെ എടുത്തു മാറ്റിക്കളയും എന്റെ അയലന്തരവാസികളൊക്കെ. എന്നൊക്കെ അവരെ എന്നോട് പ്രാർത്ഥനയൊക്കെ ചോദിക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയും. എന്ന് വെച്ചാൽ സാഹചര്യം ദൈവം മാറ്റി. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ ഉയർത്തുന്നവനെ ഉയർത്തും. അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധപ്പാടിൽ കൂടി ഞാൻ കടന്നുപോയി. ഞാൻ അങ്ങനെ ആ തൊഴില്, ഒരു പഴയ വഞ്ചിയായിരുന്നു. അങ്ങനെ ആ തൊഴിലുമായിട്ട് ഒരുപാട് നാള് ഞാൻ ഇതുമായിട്ട് കഷ്ടപ്പെട്ടു. എനിക്ക് കയറി കിടക്കുവാനോ കർത്താവിന്റെ ദാസന്മാർ വന്ന് കയറിയിരിക്കുവാനോ ഒരു കസര പോലും എൻ്റെ വീട്ടിലില്ലാത്ത രീതിയിൽ ഞാൻ വളരെ ഞെരുങ്ങി. എൻ്റെ കുടുംബവും വീട്ടിലെ പ്രാരാബ്ദവും എല്ലാം, കറണ്ടൊന്നുമില്ല അന്നൊക്കെ, ഈ വിളക്ക് വെട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു പ്രാർത്ഥനയും ഒരു കൂട്ടായ്മ ഒന്നും മുടക്കത്തില്ല. ഞങ്ങൾ രണ്ടുപേരും ആ ഇളയ മോളെ നഴ്സറിയിലാക്കി. നഴ്സറി അന്ന് പൈസ കൊടുത്ത് പഠിപ്പിക്കാനെന്നുള്ള ഇതില്ല, അംഗനവാടി കൊണ്ട് ആക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രാക്ടൊക്കെ ആയിട്ട് രണ്ടുപേരും പോകും പ്രവർത്തനത്തിന്. അപ്പൊ സഹോദരി അതുപോലെ രക്ഷിക്കപ്പെട്ടു, ഞാനും രക്ഷിക്കപ്പെട്ടു. അങ്ങനെ സ്നാനപ്പെട്ടു, ആഭരണങ്ങളൊക്കെ എല്ലാം ഊരിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇനി രക്ഷയൊന്നുമില്ല. ഒരു ദിവസം ഇതുപോലെ ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പ്രാർത്ഥന വെക്കണമെന്ന് പറഞ്ഞു, ഇരിക്കാൻ ഒരു സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരുവൻ, സഹോദര ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട, സഹോദരന്റെ മുറ്റത്ത് സൗകര്യം ഉണ്ടല്ലോ, നമുക്ക് ഈ വീടിന് ഫ്രണ്ടിൽ പന്തലിട്ട് നമുക്ക് നല്ലൊരു മീറ്റിംഗ് വെക്കാം എന്ന് പറഞ്ഞു. ഞാൻ എന്നൊരു കർത്താവ്, ഇത് എങ്ങനെ സാധിക്കും? എൻ്റെ അടുക്കലാണ് പൈസ വരല്ല, ഈ പന്തലൊക്കെ ഇട്ടാ എന്റെ പൈസയൊക്കെ കൊടുക്കും. ഞാൻ ആരോടും ഒരു രൂപ പോലും ഞാൻ ചോദിക്കുന്നുമില്ല.
ദേവദാസൻ ക്ഷണിക്കപ്പെട്ട ദേവദാസന് ദൈവ ചർച്ചിലെ ദേവദാസനെ ക്ഷണിച്ചത്. ദേവദാസൻ വന്ന എല്ലാ സാഹചര്യവും ഒക്കെ ഇങ്ങനെ നോക്കി ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വെച്ച് അന്ന് ഒരു ചായ കുടി പോലെയൊക്കെ ആ ദേവദാസനല്ല കാര്യങ്ങളും അങ്ങനെ ചെയ്തു. സഹോദരൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 17ാമത്തെ ദിവസമാണ് വീട്ടിൽ വെക്കുന്നത്. അന്ന് ആ ദേവദാസനില്ല, കർത്താവിന്റെ സ്നേഹയിൽ വിശ്രമിക്കുക. നല്ല എന്നെ പോലെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ദേവദാസന് പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടായി. അങ്ങനെ കർത്താവിന്റെ സ്നേഹയിൽ ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഒരു വ്യക്തമായ ഒരു ആലോചന എന്നോട് അവിടെ എന്റെ കുടുംബത്തോട് പറയുവാൻ ഇടയായിത്തീർന്നു. സഹോദര, ദൈവം ഈ നിൽക്കുന്ന സ്ഥലത്ത് പോരാതെ വരുവോളും ഇതിന്റെ ചുറ്റളവ് മൊത്തം കിട്ടി ഈ സ്ഥലം നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് നല്ലൊരു ഭവനം ദൈവം തീർക്കുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഏതാണെന്ന് എന്നോടൊന്നും ചോദിക്കരുത്. ഇന്ന് മുതൽ നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ? ഞങ്ങള് കരങ്ങൾ വെച്ച് രണ്ടുപേരും 3 മണിക്കും 2 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് ഈ വിഷയവും ദേശത്തിന്റെ വിടുതലിനും ഒക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾക്കറിയത്തില്ല, ഇങ്ങനെ ഒരു ആലോചന കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞു. ആകാശവും ഭൂമിയും മാറും, ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. അങ്ങയുടെ വചനം സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് പാർക്കുവാൻ, അങ്ങേ അറിഞ്ഞ് ഒത്തിരിയേറെ ദൈവദാസന്മാർ കടന്നു വരുവാനും ദൈവമക്കളും കടന്നു വരുവാനും ഇങ്ങനെ മീറ്റിങ്ങുകളൊക്കെ വെക്കുവാനും ആരാധിക്കുവാനും ദൈവം അതിനൊരു വഴി തുറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ മോള് ഏകദേശം ഒരു 9-10 പഠിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഒരു വിദേശത്തേക്ക് പോകുവാൻ ഒരു സാഹചര്യം ഇങ്ങനെ ഒരു ദൈവദാസം വഴിയായിട്ട് ഇങ്ങനെ ഒരുക്കി. അപ്പൊ രണ്ടാമത്തെ മോന് 3 മാസം അവന് വളർച്ചയായി. രണ്ടാമത്തെ അവന്റെ ചരിത്രം ഭയങ്കര ഒരു ഇതാണ്. ഞങ്ങൾക്ക് ഇനി 2ാമത് കുട്ടികൾ ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞത്, ഡോക്ടർമാർ പറഞ്ഞത്. 2ാമത്തെ കുഞ്ഞുണ്ടാകത്തില്ലെന്നാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ അതിന് മുമ്പത്തുള്ള കാര്യമാണ്, ഇങ്ങനെ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ, അത് ന്യൂ ഇന്ത്യ ചർച്ചിൽ വെച്ചാണ് ഉപവാസ പ്രാർത്ഥനയിൽ. അങ്ങനെ ഞങ്ങൾ പോയി മരുന്നൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി നമുക്കൊരു കുഞ്ഞിനെ ദൈവം തന്നത് മരുന്ന് കഴിക്കാതെ, ഇനി മരുന്ന് കഴിക്കാണ്ട്, അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മൾ ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുക. അങ്ങനെ തീരുമാനമെടുത്ത് ആ മരുന്ന് ഉപേക്ഷിച്ചു. ഒരു ദേവദാസൻ ഇതുപോലെ സൗകര്യയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു ആൺ പൈതലെ ദൈവം തരും, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ സഹോദരി സുഖമില്ലാതെയൊക്കെയായി. അത് വളരെ അവൻ ജനിയുടെ സമയത്തെല്ലാം വളരെ ഞെരുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും കാര്യവും അവിടെ എല്ലാം ദൈവം ഉയർത്തി മാനിക്കുകയൊക്കെ ചെയ്തു. 3 വയസ്സ് കുഞ്ഞിന് 3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സഹോദരിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഇങ്ങനെ വന്നത്. അത് വന്നത് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെയും കൊള്ളതല്ല, മൂവാറ്റുപുഴയിലുള്ള ഒരു കുടുംബമാണ്. ഇങ്ങനെ ഒരു ദേവദാസം വഴിയായിട്ട് നല്ലൊരു കുടുംബമാണ്. ആ കുഞ്ഞുങ്ങളെ ഒന്ന് പോയി നോക്കാൻ, കുവൈറ്റില്ല അങ്ങനെ പോകാൻ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വിവാഹം കഴിക്കുന്നതിന് മുന്നേ പാസ്പോർട്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ അതൊക്കെ എല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒരു 3-4-5 വർഷത്തേക്ക് പോകാനുള്ള കാലാവധിയും കാര്യങ്ങളും ഈ പാസ്പോർട്ടിൽ അതിലുണ്ട്. അങ്ങനെ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച് ദേവദാസനോടും ഒക്കെ പ്രാർത്ഥിച്ച്, ചർച്ചിലൊക്കെ പറയണല്ലോ, നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവം തുറന്നൊരു വഴിയാണല്ലോ. നമുക്ക് ദൈവം അല്ലാതെ കണ്ട് ഒരു നന്മയും നമ്മുടെ ഭവനത്തിൽ വരരുത്. ഇങ്ങനൊരു കാര്യം വന്നെങ്കിലും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥാവേ, അങ്ങല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു നന്മയും ഞങ്ങൾക്ക് വേണ്ട, ഒരു വളർച്ചയും ഞങ്ങൾക്ക് വേണ്ടത്. ദൈവം തരുന്നത് നിലനിൽക്കും, ദൈവം തരാത്തത് നിലനിൽക്കട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യ സൗകര്യം അങ്ങനെ വിദേശത്ത് പോകുവാനിടയായി. പോകുന്ന സമയത്തെന്നെല്ലാം എൻ്റെ മോന് 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇട്ടേച്ചും പോകുന്നതെന്ന് ആർക്കും ചിന്തിക്കുവാൻ പറ്റാത്ത ഒരു ഇതാണ്. അമ്മനെ നോക്കുന്ന അമ്മ എൻ്റെ കൂട്ടത്തിൽ, അമ്മക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഏകദേശം ഒരു 3 മണിയൊക്കെങ്കിലും എഴുന്നേറ്റാണ് വീട്ടിലെ ഇവർക്ക് സ്കൂളിൽ പോകാൻ. അവനെ നഴ്സറിയിലും മോള് കൊണ്ടേ ആക്കും, മോള് അവളുടെ പഠിത്തത്തിന്. അപ്പൊ ഇവർക്ക് 2 പേർക്കും ഉള്ള ഫുഡ് ഇണക്കി അമ്മയ്ക്കുള്ള ചായക്കും ഒക്കെ ഇണക്കിയിട്ടാണ് ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ആയിരുന്ന സമയത്ത് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ രോഗത്തിന്റെ അവസ്ഥയിലായി. രോഗത്തിന്റെ അവസ്ഥയിലെന്ന് പറയുന്നത് എഴുന്നേറ്റ് സ്വന്തമായിട്ട് അമ്മച്ചിയുടെ കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് മാറി. പക്ഷെ എൻ്റെ സഹോദരന്മാരടുത്തുണ്ട്. എൻ്റെ പെങ്ങള ഏകദേശം ഒരു 10-11 കിലോമീറ്റർ അകലെയാണ് കെട്ടിച്ചേക്കണത്. അവരും വളരെ ബുദ്ധിമുട്ടിലൊക്കെ ജീവിക്കുന്നവരാണ്. ആരെയും നമ്മളെ ശല്യപ്പെടുത്താണ്ടെന്ന രീതി ഞാൻ എൻ്റെ അമ്മനെ അങ്ങനെ ഞാൻ തന്നെ നോക്കുകയൊക്കെ ചെയ്തു. അപ്പൊ വളരെ ഒരു വിഷമത്തോടുകൂടി പിന്നെ ഒന്ന് സഹായിക്കാനോ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വൈഫ് 2 വർഷം കഴിയുമ്പോൾ വരും. അങ്ങനെ വൈഫ് അവിടെ പോയി അവരെ വിശ്വാസത്തിലാക്കുവാൻ വലിയവനാ ദൈവം ഭാഗ്യം തന്നു. അവര്
ഇവിടെ രണ്ടുപേരോട് സുവിശേഷം പറയുകയും അവരുടെ ചേച്ചിയൊക്കെ ഇതുപോലെ ഇയാളുടെ ചേച്ചിയൊക്കെ വിശ്വാസത്തിലായതുകൊണ്ട് അവർ ഒരുപാട് ദൈവവചനമൊക്കെ കേട്ടതുകൊണ്ട് സഹോദരി അവരോട് പറയുകയും അവരെ കുടുംബമായിട്ട് അവിടെ ദൈവസന്നിധിയിൽ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നവരോട് ചിലേൽപ്പിക്കുവാനും സന്തോഷത്തോടെ ആയിരിക്കാനും ഇത്ര വർഷം വേണമല്ലോ അവരുടെ കൂട്ടത്തിൽ നിൽക്കുവാനിടയായിരിക്കും. പക്ഷെ എൻ്റെ മക്കളുടെ പഠിത്തവും ഭാവി ജീവിതവും ഒക്കെ കൊണ്ട് 10 വർഷം, കൊറോണക്ക് മുൻപ് 1 വർഷത്തിന് മുന്നേ ദൈവം അവിടെ ഒരു സ്റ്റോപ്പ് ഇടുവാൻ വീട്ടിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കടന്നു വരികയും ഞാൻ എൻ്റെ കൂട്ടാളിനെ വിളിക്കുകയും ഇനി നമുക്ക് വേണ്ട, ദൈവം നമുക്ക് അനുഭവിക്കാനുള്ള നന്മകളും എല്ലാം ദൈവം നൽകിയിട്ടുണ്ട്, ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സന്തോഷിച്ച് കുടുംബമായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ എൻ്റെ ഭവനത്തിന്റെ പണി നടക്കുമ്പോഴാണ് എൻ്റെ മോളുടെ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു വിവാഹ കാര്യം വന്നത്. അവളുടെ കാര്യം 2 വർഷം കൂടി കഴിയട്ടെന്ന് പറഞ്ഞിട്ട് അവര് നമ്മുടെ വിശ്വാസികൾ തന്നെ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ വിവാഹവും ഭംഗിയായി നടക്കുവാനിടയായിത്തീരും. ഇതെല്ലാം എങ്ങനെ നടക്കുമെന്ന് എൻ്റെ അടുത്തുള്ളവർ, എൻ്റെ സഹോദരന്മാരും അവരുടെ ആരുടെയും മക്കൾക്ക് ഓരോ കാര്യങ്ങളും നടക്കാതെ കണ്ടിരുന്നപ്പോൾ വലിയവനായ ദൈവം ഒന്നുമില്ലാത്ത സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്തു കൊടുത്തു. ഞാൻ എങ്ങനെ ദൈവത്തിന് നന്ദി പറയുമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് മുമ്പോട്ട് കടന്നു പോയി. അർത്തിങ്കപ്പള്ളിയോട് സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ 10-24 കുടുംബങ്ങളിൽ അതിൻ്റെ ഒരു നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരുന്നവനാണ്. അവരുടെ ആഴ്ചയിലുള്ള പൈസ കളക്ട് ചെയ്യുകയും വർഷങ്ങളിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇതിനൊക്കെ ഓരോ ആവശ്യത്തിന്റെ സമയത്ത് വന്നപ്പോൾ എനിക്ക് മാത്രം പൈസ അതിൽ നിക്ഷേപമില്ല, ബാക്കി എല്ലാവർക്കും ഉണ്ട്. അന്നേ എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ വചനം വീണു. അപ്പൊ ഞാനിങ്ങനെ മാറുമ്പോൾ അവർക്ക് തോന്നി ഇവൻ എന്തോ ഒരു മാറ്റത്തിലേക്കാണ്. പക്ഷെ ഞാൻ ഈ കൂട്ടായ്മയിലൊക്കെ പോകുന്ന ആർക്കും ഒന്നും അറിയത്തില്ല. പിന്നീടാണ് ഞങ്ങളിങ്ങനെ ചേർത്തല വെച്ച് ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ കണ്ടിട്ട്, അതുപോലെ തന്നെ ഭാര്യ സൗകര്യം ഇങ്ങനെ ആവരണമൊക്കെ ഊരിയപ്പോൾ, ഈ ആവരണം ഊരുന്നത് പെന്തക്കോസ്തോളത്തിലാണല്ലോ, ഊരുന്നവരുണ്ട് അല്ലാത്തവരുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലായി. എൻ്റെ പുറകെ വരെ വന്ന് ഞാൻ എവിടെയാണ് ഏത് കൂട്ടായ്മയ്ക്കാണ് പോകണമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ യൂണിറ്റിൽ നിൽക്കുന്നവരാരോ പള്ളിയിൽ നിന്ന് അച്ഛനെയൊക്കെ വിട്ടിട്ട് അവർ നോക്കുവാനൊക്കെ വന്നു. അപ്പൊ കുഴപ്പമില്ല, നല്ല പാട്ടിലാണ് പോകുന്നത്. പിന്നെ അച്ഛനെയൊക്കെ അവർ വിടുവാനിടയായി തീർന്നു. അച്ഛൻ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വചനം അറിഞ്ഞു പോകും, ഇവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ അറിഞ്ഞ സത്യത്തിലേക്ക് വന്നില്ലെങ്കിൽ എന്നെ ദൈവം ശിക്ഷിക്കും. അതുകൊണ്ട് എൻ്റെ കുടുംബമായിട്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളായിരിക്കും. നല്ല കാര്യം, അനുഗ്രഹിക്കപ്പെട്ട് വരട്ടെ എന്നും പറഞ്ഞു പോകുവാനിടയായി. അങ്ങനെ ഞാൻ ആ തൊഴിൽ ഭാഗത്തേക്ക്, തൊഴിൽ ഭാഗത്ത് ഞാനിങ്ങനെ വോട്ടിംഗ് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഞാനിങ്ങനെ ദൈവത്തോട് ഞങ്ങൾ കുടുംബമായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പോയി കുരിശു വരക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യുവാനും എനിക്ക് അങ്ങനെ പോയി നടക്കുവാൻ പറ്റത്തില്ല. എനിക്ക് കർത്താവിന്റെ വേലക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും വേണം. എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യണം. സ്വന്തമായിട്ട് എനിക്കൊരു നന്മ ദൈവം ഒരുക്കണം. അങ്ങനെയാണ് ഒരു ദൈവദാസൻ എനിക്ക് ഇങ്ങനെ തരികയും ഇങ്ങനൊരു തൊഴിൽ എടുത്തു തരികയും ചെയ്ത് അത് ഞാൻ മാറ്റിക്കൊണ്ട് ഞാൻ തന്നെ ജോലിയെടുത്ത് വേറൊരു തൊഴിൽ ഞാൻ എൻ്റെ ഭാഗത്ത് കൊണ്ടുവരികയും അത് കഴിഞ്ഞ് ഇപ്പോൾ എഞ്ചിൻ വെച്ച് പോകുന്ന ഒരു തൊഴിലുമായിട്ട് അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ. അതിന് മുൻപ് ഞാൻ ഈ തൊഴിലിനെ ഈ വിശ്വാസത്തിൽ കടന്നു വരുന്ന ഈ വള്ളം എടുക്കുന്നതിന് മുന്നേ ഞാൻ ചരുവത്തിൽ, നമ്മൾ തുണിയൊക്കെ കഴുകുന്ന അലൂമിനിയത്തിന്റെ ചരുവത്തിൽ ഇങ്ങനെ വലയൊക്കെ വലിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വെച്ചെന്ന് കൂട്ടുവാൻ ഒരു കറിവരയില്ല. ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഡ്രസ്സൊക്കെ കഴിച്ച് വെച്ച് നിലവിളിച്ചാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. കർത്താവേ, ഒരു 3-4-5 മീറ്റർ വലയേ ഉള്ളൂ, ഈ വലയുമായിട്ട് ഞാൻ വെള്ളത്തിൽ നീന്തും. പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനും യോഗ്യതയില്ലാതായിരുന്നു. ഞാൻ 2 പ്രാവശ്യം വെള്ളത്തിന്റെ അടിയിൽ എൻ്റെ ജീവിതം തീർന്നു. വലയുമായിട്ട് തിര വന്നിങ്ങനെ അടിച്ചപ്പോ ഈ വലയും ചരുവനും കൂടി എൻ്റെ തലയെ ഇങ്ങനെ മറിഞ്ഞ് ഞാൻ വല ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കീറാത്ത ഒരു അനുഭവം. ചരുവും ഇങ്ങനെ പൊങ്ങി വരുന്നില്ല. കരയുന്ന ആളുകൾ കാണുന്നുണ്ട്, എന്നെ മേലോട്ട് കാണുന്നില്ല. ശ്വാസം എങ്ങനെ എടുക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഏതാണ്ട് മിനിറ്റുകളോളം വെള്ളത്തിന്റെ അടിയിൽ കിടന്നിങ്ങനെ പൊങ്ങി വരും. പക്ഷെ അവിടെ നിന്നും ഈ ചരുവന വെള്ളത്തിൽ താഴ്ന്നു പോയിട്ട് ഞാൻ വല കൈകൊണ്ട് ഇങ്ങനെ തെരിച്ച് വലിച്ചു ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ വളരെ വെപ്രാളത്തോടെ കരയിലേക്ക് ഒരു റോപ്പ് ഇങ്ങനെ ഇട്ടേക്കും. ആ റോപ്പെ പിടിച്ച് ഞാൻ കര വന്ന് ഇങ്ങനെ കിടന്ന് ശ്വാസം എന്താക്കി അത് ഒരു 1G പിന്നെ റോപ്പ് അടുത്ത് തന്നെ കിടക്കണം. അതിന്മേലേക്ക് വേറെ റോപ്പ് ഇട്ട് ഇങ്ങനെ പെട്ടെന്ന് കെട്ടിയിട്ട് ഞാൻ വീട്ടിൽ പോയി എൻ്റെ കൂട്ടാളിയോട് ഇരുന്ന് പറഞ്ഞു, ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞു. കറി കിട്ടിയില്ലെങ്കിൽ വേണ്ട, എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയത്,
എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഇങ്ങനെ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് പിശാച് പലവിധമായ പോര് നമ്മുടെ കൊണ്ടുവരും. പെട്ടെന്ന് എനിക്ക് പറയാം, വെള്ളത്തിൽ കൂടി പോയ എന്നെ അത് മുക്കിക്കളയല്ല, തീയിൽ കൂടി പോയി എന്നെ അത് ദഹിപ്പിക്കുകയില്ല. നമ്മൾ ഇങ്ങനെയുള്ള വചനം പറഞ്ഞിട്ട് പിന്നെ അവിടെ പേടിച്ചിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ പോയിരുന്ന് ഇത്തിരി കഞ്ഞിയുടെ വെള്ളവും കുടിച്ചിട്ട് ഞാനിങ്ങനെ പടിഞ്ഞാട്ട് വരുമ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന വലയിൽ നിറച്ച് മത്സ്യം. ഈ മത്സ്യം കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോ ഈ വലയെല്ലാം കൂടി ഞാൻ ഇട്ടതിനേക്കാൾ കൂടി കിടക്കെ. ഞാൻ ഈ കരയിൽ നിന്ന് അപ്പൊ ഞാൻ വലയെടുക്കാൻ പോകില്ല. ഞാൻ ഈ കരയിൽ നിന്ന് ഇങ്ങനെ വല ഇങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് ഈ വലയില് ഈ ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ പറയാൻ പറ്റാത്ത, പേര് പറയാൻ പറ്റാത്ത മത്സ്യങ്ങൾ ഈ വലയുമായിട്ട് ഞാനിങ്ങനെ വലിച്ചു കരക്കയറ്റി. അപ്പൊ ശരിക്ക് മദ്യപിക്കുന്ന ഒരു ചേട്ടൻ അവിടെ വള്ളത്തിന്റെ ആണ്. അങ്ങേർക്ക് ഒന്നും ലഭിക്കാതെ ഇങ്ങനെ വല്ലാതെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ്. പെട്ടെന്ന് അങ്ങേരും ഇങ്ങനെ ഓടി വന്നപ്പോ ഞാൻ പറഞ്ഞു, ജോണിച്ചായ ഒന്ന് ഓടി വന്ന് എന്റെ ഈ വലയിലൊന്ന് പിടിക്കും, ഇതിന് ഇഷ്ടംപോലെ മത്സ്യം ഉണ്ടെന്ന് പറഞ്ഞു. ആ പിടിച്ചോടാ സുഭാഷ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു. അപ്പൊ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേച്ചും പറഞ്ഞതേ നമ്മളാരും പിടിക്കണ്ട, നമ്മളാരും വലയിട്ടെ കിട്ടിയെന്നുമില്ല, അവൻ പോയി കിട്ടുന്നത് പോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മ പോയ മീനൊന്നും കിട്ടിയില്ല, അത് അവർക്ക് പറഞ്ഞേക്കണതാണെന്ന് പറഞ്ഞ് എന്നെ കളിയായിക്കൊണ്ട് പോകും. എന്റെ അടുക്കന്ന് ആ വലയെന്ന് അവര് കരയ്ക്കുമൊക്കെ എടുത്തോണ്ട് പോകും, കൂട്ടുകാരൊക്കെ അവരെടുത്തോണ്ട് പോവുകയും ചെയ്യും. എന്റെ കൂട്ടത്തിൽ നിന്ന ഈ അച്ചായന് ഞാൻ അതിന്റെ ഒരു ഭാഗം കൊടുക്കുകയും കരയ്ക്ക് കൊടുക്കുകയും ചെയ്യും. ശരിക്ക് ഇപ്പോഴും അദ്ദേഹം പ്രായം കൊണ്ട് മദ്യപിച്ചുകൊണ്ട് മാത്രം നടക്കുന്നു. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ അവരത് കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കി. ഒത്തിരിയേറെ കളിയാക്കും നിന്ദകളും സഹിക്കാൻ പറ്റാത്ത ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പോകുമോ കർത്താവ് എന്ന് പോലും പലപ്പോഴും കണ്ണുനീർ ഞങ്ങൾ യാത്രയുടെ യാമങ്ങളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം അവിടെ എല്ലാം ദൈവത്തിന്റെ വചനം തന്ന് ഉറപ്പ് തന്ന് ഒത്തിരിയേറെ ദൈവദാസന്മാർ ദൈവമക്കൾ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കർത്താവിന്റെ ദാസന ആരംഭത്തിൽ പറഞ്ഞില്ലേ, മത്സ്യം പിടുത്തം പോലെ ഒരു ജോലിയും വളരെ വ്യക്തപ്പാടാണ് ദൈവദാസന്. ഒരാഴ്ച അല്ലെങ്കിൽ 2 ദിവസം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ 5 ദിവസം ഇല്ല. സീസണിന്റെ ടൈമിന് മാത്രമേ ഞങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് പണി. അതും ഞായറാഴ്ച ഒന്നും പോകില്ല. ഞായറാഴ്ച അവിടെ ജോലിക്ക് ഞാൻ പോകത്തില്ല പണിക്ക്. ഞായറാഴ്ച പൂർണ്ണമായിട്ടും ഞാൻ ദൈവത്തിനായി എന്നുവെച്ചാൽ രാവിലെ ഒന്നും കഴിക്കാതെ കൊണ്ട് തന്നെ ആരാധന. അത് ദൈവത്തെ അറിഞ്ഞ സമയം തൊട്ട് ഇന്ന് വരെ ആരാധിക്കാൻ പോകുന്ന ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചു കൊണ്ടുപോകും. അത് ഉച്ചയ്ക്ക് 2 മണി വരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം എന്നെ ഇപ്പോഴും ആ ഒരു നിലവാരത്തിലാണ്. പക്ഷെ അത്ര ഭയത്തോടു കൂടി തന്നെയാണ് ദൈവത്തെ ഞാൻ ഇപ്പോഴും സേവിച്ചു കൊണ്ടുപോകുന്നത്. എന്റെ അമ്മയൊക്കെ എന്നോട് ഞങ്ങളായിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാ, യാതി വേഷം കൊണ്ടൊന്നും ഈ വീട്ടിലൊന്നും നടക്കത്തില്ല. ദൈവദാസന്മാർ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു വളരെ അനുഗ്രഹിതമായ രീതിയിൽ പോവുകയും ചെയ്തു. പക്ഷേ അമ്മച്ചിയുടെ മരണ സമയത്തിന് ഏകദേശം ഒരു 2 വർഷത്തിനൊക്കെ മുന്നേ വളരെ ഭയമായി. പ്രാർത്ഥനക്ക് അല്പസമയം താമസിച്ചു പോയ എന്റെ മാതാവ് പറയും, ഇല്ല സഭാഷ പ്രാർത്ഥിക്കാൻ കയറണില്ലേ? ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിരിക്കും. പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിലും ഒടുവിലത്തെ സമയം അമ്മച്ചി കർത്താവിനെ സ്വന്തം രക്ഷകൻ നാഥനുമായി സ്വീകരിച്ചാണ് അമ്മച്ചി ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായത്. എന്റെ കയ്യിൽ തന്നെ അമ്മച്ചി ഇരുന്നുകൊണ്ടാണ് മരിക്കുവാനിടയായത്. അത് തന്നെ എന്റെ ജീവിതത്തിൽ വളരെ ഒരു സാക്ഷ്യമാണ്. എന്റെ സഹോദരന്മാരടുത്ത് അവരുടെ ഭാര്യമാര് മക്കള് അവരെ കൊണ്ടായിട്ടും എന്റെ കൂട്ടാളി എന്റെ കൂടെ ഇല്ലായിരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ എന്റെ അമ്മനെയൊക്കെ നന്നായിട്ട് ഞാൻ നോക്കി. അത് പറയും, അടുത്തുള്ളവരെല്ലാരും പറയും, അവന്റെ അമ്മനെ നോക്കാതെ കണ്ടല്ല, നന്നായി നോക്കി ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും. ഞാൻ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ വരുന്ന സമയത്ത് എന്റെ അമ്മ ബെഡേല് മൂത്രമലോ അല്ല, ഞാനിത് കൊണ്ട് ടച്ച് പോകത്തില്ല, ഞാൻ താങ്ങിയെടുത്ത് കൊണ്ടുവരുന്നത്. ഞാൻ സ്റ്റൗവില് വെള്ളം അമ്മച്ചിനെ കുളിപ്പിക്കാനായിട്ട് ഞാൻ വെള്ളം വെച്ചേച്ചാ ഞാൻ പൊക്കിയെടുത്തിട്ട് വരും. സ്മെല്ല് കൊണ്ട് സഹിക്കത്തില്ല ദാസൻ. തീരെ വാർദ്ധികമായവരുടെ മൂത്രവും മലയും. അത് തന്നെ എന്റെ ദേശത്ത് വളരെ ഒരു സാക്ഷി. ഞാനൊരു അവിശ്വാസിയാണെങ്കിൽ എന്റെ മാതാവിനെ ഞാൻ നോക്കത്തില്ല. ഈ ലോകം ചെയ്യണ പോലെ എനിക്കത് ചെയ്തു പോരാ, എന്റെ സഹോദരന്മാര് കാണിക്കണം. പക്ഷെ എനിക്ക് ദൈവം തന്ന ഒരു കൃപയാ, എനിക്കതൊരു ഭാഗ്യമാണ്. ദൈവം എനിക്ക് ഒന്നും എന്റെ ശരീരത്തിനൊക്കെ പോലും ഒരു വിഷമം, എനിക്ക് ഒരു ക്ഷീണം പോലും വരികയില്ല. ഇപ്പോഴാണ് പ്രായത്തിന്റെ ഒരു കൈകാലിനുള്ള അസ്വസ്ഥതയും ക്ഷീണവും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിശ്വാസത്തിൽ വന്നിട്ട് എനിക്ക് ആരാധന മുടക്കണ കാര്യം ഇഷ്ടമല്ല. ഏത് സാഹചര്യത്തിലും ആണെങ്കിലും ഞാൻ വന്നിരിക്കുന്നതാ. ഒരാഴ്ച സഹോദരിക്ക് തലക്കറക്കം വന്നു.
ഒരാഴ്ച പിറ്റേ ആഴ്ച എനിക്ക് നല്ല പനി. എന്റെ ശരീരത്തിന് ഇതുപോലെ ഒരു വേദന അനുഭവപ്പെട്ടിട്ടില്ല. ഈ കഴിഞ്ഞ എന്റെ മുമ്പത്തെ ആഴ്ച നടന്ന സംഭവം. പക്ഷെ തളർന്നു പോയില്ല, ക്ഷീണിച്ചു പോയില്ല. കർത്താവ് ബലം തന്നു. നമുക്കൊരു പ്രതികൂലം വരുന്നത് ഒരു ദൈവഭക്തനായിരിക്കും നമുക്ക് പറയാൻ സാധിക്കും. ഒരു പ്രതികൂലം വരുന്നത് ഒരു നന്മ നമ്മുടെ പിന്നിലുണ്ട്. അതിനെ നമ്മ ആർന്ന് പിടിക്കണമെങ്കിൽ അത് തീർച്ചയായും അത് നമ്മൾ സഹിച്ചാലേ പറ്റും. കർത്താവിന്റെ വചനമൊക്കെ ഒരു മാരിയൊക്കെ നമുക്ക് ദൈവം ഉള്ളിൽ തന്നിട്ടുണ്ട്. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നീ ഭാഗ്യവാൻ. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ കർത്താവിന് വേല പരസ്യമായി, ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂട്ടാളിയുമായിട്ട് ഒന്നുമില്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ പോയി റാക്ട് കൊടുക്കും. ഞാൻ പറയും, ഇത് എന്നതാണ് ഈ കാതിലേം കഴുത്തിലേക്ക് കഴിച്ചിട്ട് എന്ത് ഭംഗിയായിരുന്നു സഹോദരനെ കാണാൻ, എന്ത് വേഷം കെട്ടാണ് സഹോദരായി കാണിക്കണം നിങ്ങളൊക്കെ ഇത് ആര് പറഞ്ഞു തന്നെ. ഞങ്ങളൊന്നും മിണ്ടത്തില്ല. ഇവിടെ ദൈവവചനം അറിഞ്ഞാൽ നമ്മുടെ സഹോദരന്മാരും എല്ലാവരും ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിൽ വലുത് ഒന്നുമില്ല എന്ന് പറയും. ഞങ്ങൾക്കെന്ന് പറയുവാൻ അങ്ങനെ അറിയത്തുള്ളൂ. റാക്റ്റും കൊടുക്കും. സഹോദരൻ, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ ഇടന്ന് പോയി. എന്ത് അർത്തിങ്ക പള്ളിയുടെ ആ ഒരു ഇതിൽ നിന്ന് പോരുമ്പോൾ കർത്താവിന്റെ ദേവദാസനെ ഈ ജനുവരിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനം വന്ന് തീർത്ഥാടന കേന്ദ്രം ആ ഭാഗത്തു നിന്നൊക്കെ വിടുവിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയല്ലാതെ ഇപ്പോഴും അത് ത്തില്ല. ഓരോ ഭവനങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ. പക്ഷേ ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ സമൃദ്ധിയായി ദേശത്ത് ഞങ്ങളെ ദൈവം എങ്ങനെ ദൈവമക്കൾ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് അറിയാൻ സാധിക്കും. എന്റെ സാക്ഷി, ഞാൻ കർത്താവിന്റെ ദാസിനെ ഞാൻ ഞങ്ങളായിരുന്ന ആ വിശ്വാസത്തിൽ കടന്നു വന്ന സമയത്തുള്ള ഫോട്ടോയാണ് ആ ഓലമഞ്ഞ. അകത്തു നിന്ന് ഡ്രസ്സ് മാറിയാൽ പോലും കാണുന്ന രീതിയിൽ ആ പലകയൊക്കെ അടിച്ചിട്ട് ആ പലകയെല്ലാം ഉണങ്ങി വരുമ്പോ ചുരുങ്ങി വരും. അകത്തും പുറത്തും ഒരുപോലെ കാഴ്ച രാത്രി തൊട്ട്. ആ സാഹചര്യത്തിൽ വന്ന ഇന്ന് എന്റെ ദേശത്ത് ഞങ്ങളുടെ ആ പരിസരത്ത് അതുപോലെ ഒരു ഭവനം ആർക്കും ഇല്ലാത്ത രീതിയിൽ ദൈവം ചമക്കുവാൻ വലിയവനാ ദൈവന്റെ ജീവിതത്തിൽ. അതുപോലെ തൊഴിൽ മേഖലയിലും ഞാനൊരു ഈ പനി കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ പണിക്ക് പോകുന്നു. ഒരു ദിവസത്തെ നന്മ എനിക്ക് അതുപോലെ ദൈവം ഇപ്പൊ മറ്റുള്ളവർ പറയുവാനിടയായി തീർന്നു. ഒരു ദിവസം പോകുള്ളെങ്കിലും കണ്ട മറ്റുള്ളവർ നമ്മൾക്ക് 5-6 ദിവസം അധ്വാനിച്ചിട്ട് അതിന്റെ പറ്റത്ത് പോലും ചെന്നില്ല, നോക്കെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ നെഞ്ചും വെച്ച് ഇപ്പോഴും ഞാൻ തനിച്ചാ പോകും. എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോ എന്റെ കൂടെ ആരെങ്കിലും ഞങ്ങളും കയറട്ടെ എന്നും പറഞ്ഞു വരും. നമ്മൾ കയറിക്കൊന്നു പോകും. ഞങ്ങള് അവിടെ ഈ തൊഴിലുമായിട്ട് പോകുമ്പോൾ ദേവദാസനെ ഈ മറ്റുള്ള ജാതികളെല്ലാവരും നെറ്റേല് കുരിശും വരച്ച് കുറെ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തേച്ചും ഇതൊക്കെ വെള്ളത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ചീത്ത വാക്കുകളാ പറയുന്നത്. ഞങ്ങള് അവിടെ നിന്നുകൊണ്ട് എന്റെ തൊഴിലേന്ന് ഞാൻ അഭിനയിച്ച് കാണിക്കാറില്ല. ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ വീട്ടിൽ വെച്ച് സമർപ്പിച്ചേച്ചുമാണ് തൊഴിലുമായിട്ട് ഞാൻ പോകും. നമുക്ക് മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാം മറ്റുള്ളവരെ കാണിച്ചിട്ട് കാണിക്കുന്ന പ്രവൃത്തി. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവം ഇന്നും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ജോലിക്ക് പോകാതെ നമ്മുടെ സ്വന്തമായിട്ടുള്ള എല്ലാ മീനുകളെയും പിടിക്കുന്ന വലകളെല്ലാം ഇണക്കുവാൻ ദൈവം ഭാഗ്യം. ഞാൻ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്ത് ഇണക്കുക പോലും ഇല്ല. ഞാൻ തന്നെ എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമില്ല. കാരണം മറ്റുള്ളവർ ഇപ്പോഴും ആ ഒരു ഭക്തിയിലെല്ലാം മത്സ്യപ്പെടുത്തും. മറ്റുള്ള ആചാരങ്ങളുടെ പുറകെ പോയി അച്ഛന്മാരും അവരുടേതായ ബ്രദറന്മാരും കാര്യങ്ങളും വേറെ രീതിയിലുള്ള കർമ്മങ്ങളും അതും ഇതൊക്കെ ചെയ്താണ് ചരട് കെട്ടല്, ഉപ്പ് കൊടുക്കല്, തിരി, വെള്ളം, ഈ പൂവൊക്കെ ജപിച്ച് ഇതൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കിലും അതിന്റെ തുണിയിലും ഒക്കെ പൊതിഞ്ഞ് കെട്ടി ഈ തൊഴിലിലൊക്കെ കൊണ്ടുവന്ന് ബന്ധിച്ചാണ് ചെയ്യുന്നത്. അത് കാരണം നമുക്കതൊന്നും ഇഷ്ടം കാണുന്നത്. അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വേണ്ടത് ദൈവത്തിനറിയാം. അവന് ഇന്ന് ഇത്ര രൂപ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കടന്നുപോയ ആ കാര്യം ഭംഗിയായി ദൈവം നടത്തുവാൻ വിശ്വസിക്കും. പക്ഷെ ഞാൻ പിറുപിറുത്തിട്ടുണ്ട്, ഞെരുങ്ങിയിട്ടുണ്ട്, ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എങ്ങനെ മുൻപോട്ട് പോകും. ഇപ്പൊ ചുരുടി ബാധ്യത. എന്റെ മോളെ വിവാഹം ചെയ്ത് അழைച്ചു. ഭവനമായി സഞ്ചരിക്കുവാൻ വാഹനമൊക്കെ കൊണ്ട് എന്റെ മോന്റെ പഠിത്തത്തോട് സംബന്ധിച്ച് ഇത്തിരി ബാധ്യതയൊക്കെ ഉണ്ട്. നഴ്സിങ്ങിനാണ് പഠിപ്പിക്കുന്ന. സാമ്പത്തികം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്നും അതിനു വേണ്ടി ഒന്നും സ്വരൂപിച്ചും കരുതിയൊന്നുമില്ല. എന്നാലും ആ കുഞ്ഞിന്റെ കാര്യം ഭംഗിയായി തന്നെ ഇന്ന് വരെ നടത്തിപ്പോവുക. അവന്റെ ഏകദേശം ഒരു 5-6-7 വയസ്സായപ്പോ തന്നെ അവന് ചർച്ചിൽ വന്നു കഴിഞ്ഞ് ഈ ഡ്രമ്മടിക്കുകയും കീബോർഡ് വായിക്കുകയൊക്കെ ചെയ്യും. ഉദാഹരണം എന്റെ കൂട്ടാളി ഇങ്ങനെ പോയ സമയത്ത് ഞങ്ങൾ 10-15,000 രൂപയുടെ ഒരു കീബോർഡ് മേടിച്ചാൽ
അവൻ അത് സ്വന്തമായിട്ട് ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഞാനൊരു ദേവദാസനോട് ഇങ്ങനെ പറഞ്ഞു, അവന് നല്ല വാസന ഉണ്ടാച്ചാൽ അതുകൊണ്ട് ഞാൻ വന്ന് അവനെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഒരു 6 മാസത്തെ ക്ലാസ് അവന് കൊടുക്കും. 7-8 ക്ലാസ്സുകളിലായിരുന്നപ്പോ ഇവന് ഈ ക്ലാസ് കൊടുക്കുകയും നന്നായിട്ട് ഇപ്പൊ കൊച്ചി ലീവിന് വന്നു കഴിഞ്ഞ് ഇവിടെ ഭർത്താവിന്റെ ദാസനും പോഴച്ചാനൊക്കെ കൂടി അവനെ ഇവിടെ ഞങ്ങൾ ചർച്ചിൽ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അവനാണ് അത് വാങ്ങിക്കുന്നത്. ഇവൻ പോയി കഴിയുമ്പോൾ വേറൊരു പയ്യൻ വാങ്ങിക്കുന്നു. ഞാനും കൊച്ചും വേറെ ആരും പോളിച്ചാനും എന്റെ കൂട്ടത്തിൽ ഞങ്ങളാണ് കൊയറൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹീതമായ രീതിയിൽ ഈ പാട്ടുകളൊക്കെ പോലും പോളിച്ചാൻ ആദ്യം പറഞ്ഞില്ല. ഞാൻ എന്താണേതാണെന്ന് അറിയത്തില്ല, എനിക്ക് കേട്ടാൽ മതി. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ദേവദാസന് ഓരോ ആഴ്ചയിൽ ഓരോ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് തന്നെ എടുക്കത്തില്ല, ഓരോരോ പാട്ടുകൾ ഇങ്ങനെ എടുക്കും. ഒരു വാസു ഇടയ്ക്ക് വിളിച്ചു പോയി, അച്ഛാ എങ്ങനെയുണ്ട് ഞാൻ എടുത്ത പാട്ട്, അറിയാവാ, കേട്ടിട്ടുണ്ടോ, പാടുവാ അച്ഛാ പാടുവാ? ഞാൻ അറിയാം വാസു, ഞാൻ പാടും, കുഴപ്പമില്ല. അറിയത്തില്ലാത്തത് വാസു ഇങ്ങനെ എനിക്ക് വീഡിയോ ഇട്ട് തരികയൊക്കെ ചെയ്യും, അതിൽ കേൾക്കൊക്കെ ചെയ്യും. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഒന്നിനും യോഗ്യതയില്ലായിരുന്നു ദേവദാസ്. ദൈവം എല്ലാം യോഗ്യത. പക്ഷെ ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് മുഖാന്തരം എന്റെ കൂട്ടുകാരും എന്റെ ബന്ധുക്കളും എന്റെ സ്നേഹിതരും എല്ലാവരും പറയും, എന്നേലും നന്നായിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ ജീവിച്ചവർ ഇന്ന് പറയുന്നു, നിങ്ങൾ രക്ഷപ്പെട്ടണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ നമ്മുടെ ആഗ്രഹം അവരും ദൈവത്തെ അറിയണമെന്ന്, അവരും അനുഗ്രഹിക്കപ്പെടണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ അർത്തിങ്കയുടെ പ്രദേശത്ത് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ കൃപയില്ലാതെ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ദൈവദാസൻ. ഇനിയും ഞങ്ങൾക്ക് എല്ലാ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥന ആവശ്യമാണ്. എൻ്റെ സഹോദരങ്ങളെക്കാൾ, എൻ്റെ ദേശത്തുള്ളവരെക്കാൾ, എൻ്റെ ബന്ധമിത്രാദികളെക്കാൾ ശ്രേഷ്ഠമായി ഞങ്ങളെ ദൈവം ദേശത്ത് മാനിച്ചു. കാരണം ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ്. ആർക്കെടുക്കലും ഒരു പരിഭവവും ഒന്നും ഇന്ന് വരെ ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ജോലിയുടെ കാര്യത്തെ മാത്രമേ ഇപ്പൊ ദൈവദാസൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാവും. ഞങ്ങൾ ദൈവത്തോട് പറയും, ഞങ്ങളുടെ ആവശ്യം ദൈവം അറിഞ്ഞു അതിന്റെ സമയത്ത്, ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി. ഇന്നും ഒരു കൂട്ടായ്മയെ മുടക്കണ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഏതെങ്കിലും പറഞ്ഞില്ലേ, ഈ 10-23 വർഷമായിട്ട് സംഭവിച്ചൊരു ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ഇഷ്ടമില്ലാത്തൊരു കാര്യം, ആരാധന മുടക്കി ഒരു കാരണവശാൽ അപ്പനും അമ്മ സഹോദരന്മാരെ ആര് മരിച്ചു കിടന്നാലും മീറ്റിംഗ് കഴിയാതെ കണ്ടുപോയി കാണുകയും ദൈവത്തിന് മുൻസ്ഥാനം അവിടെ കൊടുക്കും. അത് ഇന്നും ദൈവം എനിക്ക് ഭാഗ്യം തരുവാനിടയായിട്ട്. എൻ്റെ അമ്മയുടെ മരണകാര്യങ്ങളിലെല്ലാം മറ്റുള്ളവരെല്ലാരും അവനെ ഒരു ചടങ്ങ് ഒരു കാര്യത്തിൽ അവന്റെ തള്ളൻ അവനെ അതുപോലെ നോക്കി നമ്മ അവരെ ശല്യപ്പെടുത്തുന്നത്. എൻ്റെ അമ്മച്ചീനെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് അടക്കം ചെയ്യുകയും അതിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യും. എൻ്റെ വീട്ടിൽ ഇരുന്നാ ചെയ്യും. കൊന്തയും കാര്യങ്ങളൊക്കെ അമ്മച്ചീനെ മരിച്ചു കിടന്നപ്പോ ഇങ്ങനെ ചൊല്ലാൻ ഞാൻ പറഞ്ഞു, അത് സമ്മതിക്കത്തില്ല, വീട്ടിൽ ഇരുന്ന് ചൊല്ലാൻ പറ്റും. അതിന്റെ വേണ്ടപ്പെട്ടവർ വന്നിട്ട് അവരുടെ വീട്ടിൽ അവനാ നോക്കിയത്. അപ്പൊ അവൻ പറയണത് കേൾക്കണം നമ്മൾ. അത് അവൻ പറഞ്ഞ് അത് നമ്മൾ ചെയ്യാണ്. നമ്മൾ കൊണ്ടുപോകാൻ നേരത്ത് ബോഡി പുറത്ത് വെച്ച് ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചെയ്തു. അല്ലാതെ ആരും അവരുടെ വീട്ടിൽ ഇരുന്നുണ്ട് ആരും അത് ജപിക്കോ പിടിക്കോ ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞ് അതിനും ഒരു പണി. അത്ര ഒരു ഭക്തിയും ഭയത്തോടു കൂടി തന്നെ ദൈവത്തെ സേവിച്ചും അനുഗ്രഹിച്ചും ഒക്കെ നമ്മൾ ദൈവസേനയിൽ പോകും. എൻ്റെ വീടിന് ചുറ്റിനും ഒക്കെ ഇങ്ങനെ മീറ്റിംഗ് വെക്കുമ്പോൾ വന്ന് കൂടുകയും എന്നെ അടിക്കുവാനും ഒക്കെ, നിന്നെ ഇവിടെ ഇത് നടത്തിക്കലടാ, ഈ പ്രാർത്ഥന ഒന്നും ഇവിടെ നടത്തിക്കല, നിന്നെയൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ അടിച്ച് പുറത്തിറക്കും, നിന്നെ അടിക്കൂടാന്നൊക്കെ പറയും. ആരോടും ഒരു വാക്കുപോയി കർത്താവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി മൗനമായി മിണ്ടാതെ ഒന്നുമില്ലാത്ത ഇതിനെ ശിക്ഷിക്കുവാനും കൊല്ലുവാനും ഇതൊക്കെ അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതം. പകരം ആരും ഒരു പരിഭവവും ആരോടും ഒന്നും പറയും. സാക്ഷിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയും, പ്രാർത്ഥിക്കണം, മറ്റുള്ള ദൈവമക്കളുടെ ദേവദാസിന്റെ ഒക്കെ പ്രാർത്ഥനയാണല്ലോ നമുക്ക് ഏറ്റവും അതിന്റെ ഒരു ഇത്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അവിടെ എല്ലാം പിടിച്ചു നിൽക്കുവാനുള്ള കൃപ ദൈവം തന്നു. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. ഈ തൊഴിലുമായിട്ട് ഇപ്പോഴും ഈ പോകുന്ന സാഹചര്യത്തിൽ കാറ്റും കോളും വരുന്ന സമയത്ത് ഈ ഈ ജൂൺ ജൂലൈ മാസത്തിൽ എന്ന് പറയണത് ഭയങ്കര ഇതാണ്. പക്ഷെ എല്ലാവരും, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എല്ലാവരും മാതാവെന്ന് വിളിക്കും. തിര ഇങ്ങനെ ഉള്ളിലേന്ന് ഇങ്ങനെ വരും. ഒരു 2 മാസം കഴിയുമ്പോൾ ഇപ്പോഴും തുടങ്ങും. പക്ഷെ ഞാൻ വിളിക്കത്തില്ല. ഞാൻ പറയുന്നത് സമുദ്രം സൃഷ്ടിച്ച കർത്താവാണ്. യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ ഉയർച്ച താഴെ പോകും.
ശാന്തമാകും. കാറ്റിനോട് കടലിനോട് ശാന്തമാകാൻ നല്ലിച്ചത് നാഥ അങ്ങ് ശാസിക്കണമെന്ന് പറയുമ്പോൾ ഈ ഊറ്റൻ തിരമാല, സുനാമി വരുമ്പോഴുള്ള തിരമാലകളാ ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഉള്ളിൽ നിന്ന് വരുന്നത്. ആ സമയത്ത് ഞങ്ങള് കഷ്ടപ്പെടാൻ പോകുന്നത് ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല. അവിടെ നിന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് നന്മകളുണ്ട്. പ്രതികൂലത്തിലെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് നന്മ ലഭിക്കുന്നു ജീവിതത്തിൽ. അതുപോലെ തന്നെ ഈ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടാ പോകും. എൻ്റെ മകൻ ഏതാണ്ട് 10ാം ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ എല്ലാ ജോലിക്ക് പോയവരും കടന്നു വന്നു, ഞാൻ മാത്രം വന്നിട്ടില്ല. അപ്പൊ ഈ തിരയുടെ ഉള്ളിൽ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് നിൽക്കുന്നത്, കരയിലെ പോലെ ഉള്ളിൽ ഒടിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇതൊന്നും കാണുന്നില്ല. അപ്പൊ എന്നെ സഹായിക്കുന്നവരും എല്ലാവരും ഞങ്ങളുടെ അടുത്തൊരു ബ്രേക്ക്വാർട്ട് വരുന്നു, വികാസം വരുമെന്ന് പറഞ്ഞാൽ വരുമ്പോ അവിടെ വന്ന് കാണുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ഏറെ നിന്ന് നോക്കും, നോട്ടത്തിൽ വല്ലോടത്ത് അകലത്ത് ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് നോക്കും. അന്ന് ഈ എഞ്ചം വെച്ചതൊന്നുമില്ല, തുഴഞ്ഞു പോകുന്ന, ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ തുഴഞ്ഞു പോകുന്നു. എന്റെ മോൻ കരയില് ദേവദാസിനെ ഈ എന്നെ സഹായിക്കുന്ന അച്ചായനുമായിട്ട് പറഞ്ഞിടാ ദേ കര വന്നു കഴിഞ്ഞപ്പോ ഇവൻ ഭയങ്കര നിലവിളിയായിരുന്നു. ഞാൻ ചോദിച്ചു എന്തിനാ ഉച്ച നിലവിളിച്ചത്? അപ്പായിനെ കണ്ടില്ല, എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ അടുത്ത് വെച്ച് തന്നെ എല്ലാവരും തിരയിടിച്ച് മറിഞ്ഞ് ആളുകളെയൊക്കെ ഒന്നും കാണാനില്ലായിരുന്നു, പൊന്ത് മാത്രം ഒഴിവന്ന് ആളെല്ലാം നീന്തിയാ വന്നത്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പായി ഉള്ളിൽ പലയിടത്ത് ഒറ്റക്ക് അകപ്പെട്ട് പോയിരുന്നു. ഞാൻ പറഞ്ഞു മകനെ, നമ്മള് യേശുവിന്റെ മക്കള്, യേശുവിനെ അറിഞ്ഞവരാ, ദൈവം സൃഷ്ടിച്ചതാ. ഞാൻ കക്കാനും മോഷ്ടിക്കാനും പോയൊന്നുമല്ല, ഞാൻ നിങ്ങളെയൊക്കെ പോറ്റാൻ വേണ്ടി പോയിരിക്കണം, ദൈവത്തിനറിയാം. എനിക്ക് അതുപോലെയുള്ള മത്സ്യങ്ങള് എന്റെ വലയിൽ കയറ്റിക്കൊണ്ട് വരാൻ വളരെ ബുദ്ധിമുട്ട്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് പോയി വരുന്ന ഒരു സാഹചര്യമല്ല. നമ്മൾ നോക്കി വേണം വരാൻ, മുൻപും പുറകും നോക്കണം, കണ്ണോടിച്ചിങ്ങനെ നോക്കണം തിര വരുന്നത്, എന്നിട്ടാ തുഴഞ്ഞൊഴിഞ്ഞ് വരുന്നത്. അപ്പൊ തുഴഞ്ഞൊഴിയുമ്പോ ഇങ്ങനെ പുറകിൽ നിന്ന് ഉന്തും പോലെ തിര വരുന്നു. ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പുറകെ ഇങ്ങനെ മറിയും. അപ്പൊ ഇതെല്ലാം ക്രോസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക, ഈ വല ഇങ്ങനെ മീനും വലയും എല്ലാം കൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് ബന്ധിച്ച് വെച്ചിരിക്കും. ഒരു കാരണവശാലും മറിഞ്ഞ വല പോകരുത്. വല പോയ വെള്ളത്തിന് താഴെ പോകും. ഈ തെർമോക്കോൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഈ ബ്ലാക്ക് ഷീറ്റൊക്കെ ഇട്ട് സെറ്റിംഗ് ആണ് ഈ സംഭവം. അപ്പൊ ഇത് പൊന്തല് ഈ റോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ബന്ധിച്ചേക്കണോണ്ട് ഈ വല ഇതും കൂടി പോയി കഴിഞ്ഞാൽ വല കിട്ടത്തില്ല, നമുക്ക് വളരെ നഷ്ടം. അത് പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇത് കയറി കഴിഞ്ഞ് വേറെ കവറിങ് ഒക്കെ ചെയ്താണ് കെട്ടി റെഡിയാക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഓരോ തുഴച്ചിക്കും സ്തോത്രം 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 അല്ലേലിയ അല്ലേലിയ. അപ്പൊ ഇങ്ങനെ പുറകെ അലച്ചു കേൾക്കും, തിര ഇങ്ങനെ വീണ പൂവെന്ന് പറഞ്ഞിങ്ങനെ കാറ്റടിക്കുന്ന പോലെയാണ് തിര ഇങ്ങനെ ഒടിഞ്ഞിട്ട് വരുന്നത്. യേശുവിന്റെ നാമത്തിൽ താന്ന് പോരട്ടെന്ന് പറയും. ആ ഭാഗത്ത് ഇങ്ങനെ തിര ഇങ്ങനെ ശാന്തതയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ നിറച്ച് നമ്മള് സ്വപ്പവത ബക്കറ്റിൽ പതക്കം പോരണി പതഞ്ഞു 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 വന്ന് നമ്മുടെ മറ്റേക്ക് ഇങ്ങനെ കരങ്ങൾ പൊക്കി വെച്ചു. അപ്പോഴും തുഴയണേ, അതാണ് താമസിക്കുന്നത്. ഈ കൈയും പൊക്കി ഈ സ്തോത്രവും പറഞ്ഞ് വരുന്നത് കൊണ്ടാണ് ഞാൻ തുഴഞ്ഞു വരാൻ താമസിക്കുന്നത്. മറ്റുള്ളവർ അങ്ങനെയല്ല, ഭയത്തോടു കൂടി തന്നെ അവൻ എന്റെ മാതാവേ എന്നെ രക്ഷിക്കണമേ, എന്റെ മാതാവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാണ് ഇവര് വരുന്നത്. പക്ഷെ ഞാൻ അവിടെ എന്നും വകുപ്പത്തില്ല. അപ്പൊ എന്റെ കൂട്ടത്തിൽ വരുന്നവര് കണ്ട, ഞാൻ പറയടാ സൃഷ്ടിച്ചവനെ വിളിച്ചോ, കാറ്റിനോടും കടലിനോടും ശാന്തമാകുക. ശിഷ്യന്മാരെ പോലും അവര് നശിയാൻ പോയിട്ട് നാഥാ ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ ആ യേശുവിനോട്, മാതാവിനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞേക്ക? മാതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? യേശുവിന്റെ അമ്മ പോലും പറയണത് അവൻ എന്തെങ്കിലും കൽപ്പിച്ച അത് ചെയ്യുവാനാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച ഈ സമുദ്രത്തിൽ പോയി നമ്മ കഷ്ടപ്പെടുന്ന ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന നന്മ ഇതെല്ലാം ദൈവമാണ്. ആ ദൈവം അത് നിങ്ങൾ വിളിച്ചാൽ മതി. ഞങ്ങൾക്ക് അങ്ങനെ, ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ അതിനോട് മറുതലിക്കാൻ പോകും സംസാരിക്കും. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഒരു അനുഭവ സാക്ഷ്യമായിട്ട് ദേശത്ത് ഈ ധൈര്യം തന്നത് ഈ ദൈവത്തെ അറിഞ്ഞുകൊണ്ടാ, ഇല്ലെങ്കിൽ ഇല്ല. ഇപ്പോഴും വന്നെ കാണാൻ ദൈവദാസനെ, അതിന്റെ ഒരു കോപ്പിയൊക്കെ ഞാൻ എപ്പോഴെങ്കിലും അത് അഴിച്ചു തരാം. 3.5-4 മീറ്റർ നീളമുണ്ട് ഈ പൊന്ത്. ഈ പൊന്തല് ബാക്കിൽ ഇഞ്ചം വെച്ച് അതിന്റെ കൂട്ടത്തിൽ വല വെച്ച്. അപ്പൊ ഇന്ന് മത്തിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ മത്തിയുടെ വലയായിട്ട് കൊണ്ടുപോകും. നാളെ അയിലയാണെന്നുണ്ടെങ്കിൽ അയിലയുടെ വല കയറ്റിക്കൊണ്ടു. ചെമ്മിനാണ് കിട്ടുമെന്നുണ്ടെങ്കിൽ ചെമ്മിന്റെ വല കയറ്റും. 2 സെറ്റ് വല കയറ്റാനുള്ള സംവിധാനമുള്ള ഈ 4 മീറ്റർ 3.5 മീറ്ററിന്റെ പൊന്താണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അറിവ്, ഇപ്പൊ ഫോണുള്ളത് കൊണ്ട് തമ്മിൽ എല്ലാവരും വിളിച്ച് ചോദിക്കും. ഒത്തിരിയേറെ പേരെ എല്ലാം വിളിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന പാട്ടിൽ എവിടെയെങ്കിലും ആദ്യം നമ്മൾ ഇട്ട് നോക്കും വല. അപ്പൊ മത്സ്യം ഉണ്ടെങ്കിൽ അവിടെ ഇടും. അപ്പൊ വിളിക്കും,
ബോസിനെ വല്ലതും കണ്ടതാ, മീൻ കണ്ട ക്യാമറ ഉള്ളത് പോലെ നമ്മുടെ ഭാഗത്ത് മീൻ പിടിക്കുന്നത്. ദൈവം കൊണ്ടുവരിക, ദൈവഭക്തന്മാർക്ക് വേണ്ടി അനുഭവിക്കാനുള്ള നന്മ നമ്മുടെ അടുക്കെ കൊണ്ടുവരിക. നമ്മളെ അന്വേഷിച്ച് നമ്മൾ സമുദ്രത്തിലേക്ക് അന്വേഷിച്ചു പോകും. പക്ഷെ നമുക്ക് വേണ്ടത് ഏത് ഭാഗത്താണെന്ന് ദൈവം ഇവിടെ കാണിച്ചു തരും. ഒരു ആലോചന പോലെ ദൈവം തരും, ഇവിടെ ഇറക്കുമോനെ എന്ന് പറയും. ഭയങ്കര അത്ഭുതം. ഞാൻ പറഞ്ഞില്ലേ ദേവദാസന്, 2 ആഴ്ച ഞങ്ങൾ വളരെ ഞെരുങ്ങിപ്പോയൊരവസ്ഥ. സഹോദരിക്ക് തലകറക്കും, എനിക്ക് പനിയും കഴിഞ്ഞ് ഞാൻ ആ ഒരു ദിവസം, അതിന് മുമ്പിലത്തെ ഒരു ദിവസം ജോലിക്ക് പോകാൻ വേണ്ടി നിന്നപ്പോ സഹോദരി പറഞ്ഞു പോകാണ്ട, ശരീരമൊക്കെ വളരെ ഇതായിട്ടിരിക്കണതിന്റെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന്. വീട്ടിലെ ഞെരുക്കം കൊണ്ട് ഞാൻ പോകുവാൻ അങ്ങനെ വിചാരിച്ച് കുടുംബമായിട്ട് താമസിക്കുമ്പോൾ ഒത്തിരിയേറെ ഇതുകൊണ്ടല്ല. അങ്ങനെ ഞാൻ പോയി ഒരു ദിവസത്തെ ഒരു ജോലി. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഈ ഒരാഴ്ച വരെ ഇങ്ങനെ ജോലി ഇല്ലാതെ വന്നിരിക്കും. എന്നാലും ഒരു പരിഭവമോ ഒരു ഭാരമോ ഒന്നുമില്ല. ദൈവം എല്ലാ തകസമയത്തും ഇത്രയും നടത്തി പോറ്റുവാൻ, എല്ലാം നൽകുവാൻ കഴിവുള്ള ദൈവമാണ്. എല്ലാം അതായത് സമയമായി ഭംഗിയായി ചെയ്യുന്ന ഇത്ര നല്ലൊരു ദൈവത്തെ ഞങ്ങൾ എപ്പോഴും പുറകോട്ട് നോക്കിയാണ് ജീവിതത്തിലേക്ക് മുൻപോട്ട് ഞങ്ങൾ പോകുന്നത്. പുറകോട്ട് നോക്കിയാൽ നമുക്ക് ഈ ദൈവമായിട്ട് ഒരിക്കലും നമുക്ക് അകന്ന് നിൽക്കാൻ സാധിക്കും. പുറകോട്ട് നോക്കി 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 നമ്മൾ മുൻപോട്ട് പോയി കഴിയും. പുറകോട്ട് നോക്കണം നമ്മുടെ ജീവിതം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ആ കാര്യം പറയുവാനിടയായി തീരും സാക്ഷി. നമ്മൾ ഇതൊന്നും അനുഭവിക്കാൻ യോഗ്യതയില്ല. അതുപോലെ ദേശത്തിലേക്ക് ആഗ്രഹമുണ്ട്. അടുത്തുള്ള പലർക്കും, സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ ആചാരവും അനുഷ്ഠാനവും ഈ പള്ളികളുള്ള ഓരോ ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കും, ഇതൊക്കെ എല്ലാം വിട്ടേച്ച് ഇതിലൊന്നിലും നമ്മൾ പോകുന്നില്ല. അവര് കാണുന്നില്ല. ഈ മറ്റുള്ളവരുടെ നല്ല ആക്ഷേപം, കർത്താവിനെ പ്രതി എല്ലാം സഹിക്കണം, എല്ലാം ക്ഷമിക്കണം എന്നുള്ള ആ ഒരു ഇത് ഇവരുടെ ഉള്ളത്തിലേക്ക് കയറുന്നില്ല. അതാ ഞാനൊക്കെ എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം എല്ലാം തരും. തിരിച്ചു പോകുന്ന പല അനുഭവവും ജീവിതത്തിൽ വന്നാൽ അവിടെ എല്ലാം പിടിച്ചതിന്റെ പേരില്ല ഇത്ര ഒരു അനുഭവമായി ദൈവസന്നിധിയിൽ വലിയൊരു സാക്ഷിയായി നിൽക്കാൻ വലിയവനാ ദൈവം ഭാഗ്യം. കർത്താവിനെ സേവിച്ചാൽ ഒരിക്കലും അവൻ നമ്മളെ വഴിയിലിട്ട് ഉപേക്ഷിച്ച് നമ്മളെ വല്ലാത്ത രീതിയിലാക്കി കളയുന്ന ദൈവം. എന്റെ അടുക്കെ വരുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തോട് അടുത്ത് ചെല്ലണമെന്ന് ദൈവവും അടുത്തു. വചനങ്ങളൊക്കെ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി. ഒരു സന്ധ്യപ്രാർത്ഥന പോലെ ഞാനും വൈഫ് ഇപ്പൊ വീട്ടിൽ ഞങ്ങൾ മുടക്കത്തില്ല. 8 മണിയാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കയറി 1-2 പാട്ടുമൊക്കെ പാടി രണ്ടുപേരും ബൈബിളൊക്കെ വായിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചു. രാജ്യത്തിന് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, പ്രവർത്തനത്തിന് ഇന്നും അന്ന് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ വ്യക്തമായിട്ട് ഇന്നും പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭാഗ്യം ജീവിതത്തിൽ ദൈവം. എവിടെ പോയാലും ഒരു നമ്മുടെ ആത്മീയ സഹോദരന്മാരുടെ കുടുംബത്തിൽ പോയാൽ നമ്മുടെ കൂട്ടായ്മ കഴിയുക, ഒരു സ്ഥലത്തും പോയ 7 മണിക്കകം വീട്ടിൽ അത് മസ്റ്റായിട്ട്. ഇന്ന് ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാ. ഇല്ലെങ്കിൽ വഴിയോ വല്ല പിന്നെ ബുക്കിനും മൂലയിലും ഒക്കെ ഇരുന്ന് സമയം കളഞ്ഞ് വീട്ടിൽ വന്ന് 2 അടിച്ച് അങ്ങനെ വിശ്വാസത്തിൽ വരുമ്പം വന്നു കഴിഞ്ഞും അങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ ഇങ്ങനെ പോയി കഴിക്കുന്ന ഒരു അനുഭവം വരും. വലിക്കൊക്കെ ചെയ്യുവാൻ പിന്നെ കുടിക്കുന്നത് വല്ല ആചാരങ്ങളൊക്കെ വരുമ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് അത് ഷാപ്പിൽ നിന്നും പോലെ ഇങ്ങനെ കുപ്പി വാങ്ങിച്ച് ഇങ്ങനെ കഴിക്കുന്നവര്. പക്ഷെ ഇന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടർന്നു. അപ്പൊ ഇതൊക്കെ നമ്മളുടെ മുന്നിൽ നിന്ന് ഇവരൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ദൈവത്തെ കാണുമ്പോലെ അവൻ വരുന്നുണ്ട്, അതുകൊണ്ട് മാറ്റി വെച്ചു എന്ന് പറയും. ഞാൻ വലയൊക്കെ വലിക്കാൻ ഒരു ഷെഡ് കടപ്പുറത്ത് ഇണക്കിയിട്ടുണ്ട്. ഈ കുറ്റിയൊക്കെ കൊണ്ട് അതൊക്കെ എല്ലാം കിളിർത്ത് പന്തലിച്ച് അതിന്റെ അകത്തിരുന്നൊക്കെയാണ് ഓരോരുത്തരും മദ്യപിക്കും. നമ്മുടെ നിഴലിൽ കാണുമ്പോ തന്നെ ഇവര് പറയുന്നത് അവൻ വരുന്നുണ്ട് കേട്ടോ, ഈ സാധനം മാറ്റി വെച്ചു. ഒന്നും കാണുന്നൊന്നും ഇഷ്ടമാണ്. നമ്മുടെ സഹോദര, ഞങ്ങളുടെ കാശിനല്ല നിങ്ങളുടെ കാശ്. പക്ഷെ ഇത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു സംഭവം. എന്നെ പോലെ ആകണം എന്ന ഒരാഗ്രഹം എനിക്കുണ്ട്. എന്ത് ചെയ്യാൻ? അവര് ദൈവത്തെ കാണുമ്പോൾ ഇങ്ങനെ കൈകൂടും. സഹോദര, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഇതിൽ നിന്നൊരു മോചനം ലഭിക്കും, പ്രാർത്ഥിക്കണ സഹോദര ഇങ്ങനെ കൈകൂപ്പിച്ചു. ഇത്രയും വർഷത്തിനുള്ളിൽ അങ്ങനെ വളരെ ബദ്ധപ്പാടോടുകൂടി ദൈവത്തെ കാണുകയും വളരെ അനുഗ്രഹമായ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുവാൻ ജീവിതത്തിൽ ഭാഗ്യം. ഈ ദൈവത്തെ അറിഞ്ഞിട്ട് ചിന്തിച്ചു പോയിട്ടുണ്ട്, ദൈവം കൈവിടുമോ, ഈ വിശ്വാസ ജീവിതം വിട്ടുപോകുമോ, ഈ കുടുംബജീവിതം തന്നെ തകർന്നു പോകുമോ എന്നൊക്കെ.
എൻ്റെ ഭാര്യ സഹോദരിയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയ ആണ് പുള്ളിയുടെ ഭർത്താവിന്റെ, അതായത് വൈഫിന്റെ ആങ്ങള വഴി ഇങ്ങനെ വോട്ടേ പോയി അവിടെ നിന്ന് സുവിശേഷം കിട്ടി. ഇങ്ങനെ എല്ലാം ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ചിന്തിച്ചു പോകും. ഇതിനൊന്നും പോകാണ്ടില്ലായിരുന്നു, ഇത്രയും നിന്ദകളൊന്നും കേൾക്കില്ലായിരുന്നു, ഈ ജീവിച്ചതുപോലെയൊക്കെ ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു. ഞാൻ വിശ്വാസത്തിൽ നിന്നിട്ട് 2 പ്രാവശ്യം പൂർണ്ണമായിട്ട് 21 ഞാൻ ഉപവസിച്ചത്, ജോലിയെല്ലാം വിട്ടു. അന്ന് കുടുംബമാണ് എന്നെ വീട്ടിൽ നോക്കാനും പിടിക്കാനും ഞാൻ തന്നെ ഉള്ളു. ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. എന്റെ കൂട്ടാളി അതിനൊരു എതിരും പറഞ്ഞു. ഞാൻ പോയി ഇരുന്നിട്ട് വരുമ്പോൾ എനിക്ക് ജോലിയെടുക്കുവാൻ പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ എന്റെ ശരീരത്ത്, നമ്മൾ ഉപവാസമൊക്കെ കഴിയുമ്പോൾ വല്ലാത്ത ക്ഷീണമൊക്കെ, ഒരാഴ്ച കഴിയുമ്പോൾ ആ പഴയതുപോലുള്ള പവറെല്ലാം കയറി. പക്ഷെ എനിക്കൊന്നും അതിൽ നഷ്ടമായിട്ടില്ല, ലാഭമായിട്ടില്ല, ഇരട്ടിയായിട്ടുള്ള ലാഭമാണ്. കാണാതിരിക്കുമ്പോ ചോദിക്കും ആളുകൾ, ചോദിച്ചു സെബാസ്റ്റിനെ കാണാനില്ലല്ലോ. അപ്പൊ ആരെങ്കിലും പറയാം വല്ല പ്രാർത്ഥനക്ക് വല്ലയിടത്തും പോയി ഇരിക്കുകയായിരിക്കും. നമ്മൾ പോയി ദൈവസന്നിധി ഉപവസിക്കേ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടില്ല. ഉപവസിക്കാൻ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ രാജ്യത്തിന് വേണ്ടി, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രം എന്നോട് പല ദൈവദാസന്മാർ സഹോദരം ഭാരപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും വിഷയമൊക്കെ ദൈവം തരും, പ്രാർത്ഥിച്ചു വെച്ചാൽ മതി. സ്വന്തം കാര്യത്തിന് വേണ്ടി ഇന്ന് വരെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസന്മാരും എൻ്റെ അടുക്കൽ അത് പറഞ്ഞേക്കണേ. ഇത് ഭയങ്കര ആത്മഭാരമുള്ളതാണ് അല്ലേ സഹോദരൻ? അതിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് സൂഹിക്കുകയും എൻ്റെ ഒത്തിരിയേറെ വാർത്തകൾ നമ്മൾ കേൾക്കുന്ന അനേക രാജ്യങ്ങളിൽ കർത്താവിന്റെ ദാസന്മാര് ഒരുപാട് വേദനയിൽ കൂടി അവരുടെ വേല ചെയ്യുകയും അവരെ ഉപദ്രവിക്കുകയും ഈ നാമത്തെ പ്രതി എന്തെല്ലാം പ്രതികൂലങ്ങൾ അവരനുഭവിക്കും. നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. നമ്മുടെ ദേശത്തിറങ്ങി നമ്മൾ പ്രവർത്തിക്കുവാൻ പോയ ഞങ്ങളില്ല, ഞങ്ങൾ ഈ പ്രവർത്തനത്തിനില്ല, ഞങ്ങളുടെ ഈ പാരമ്പര്യം വിട്ടൊന്നും ഞങ്ങളുടെ പൂർവികന്മാർ കാണിച്ചെന്ന ഈ പാരമ്പര്യം വിട്ടൊന്നും ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല എന്ന് ഭയങ്കര ഇതോട് പറയുന്നു. പക്ഷെ ആ ദൈവമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. ആ ദൈവത്തിന് അവർ ആ സ്ഥാനം അവർ കൊടുക്കാത്തത് കൊണ്ടാണ്. പക്ഷെ പൗലോസ് പറഞ്ഞതുപോലെ എല്ലാം ചപ്പും ചവറും സഹോദരന്മാരെല്ലാം, എന്റെ മൂത്ത ജ്യേഷ്ഠനൊക്കെ നിന്റെ അടുക്ക് വന്ന പാറ്റർമാരെയൊക്കെ ഞാൻ കാണിച്ചു തരാടാ, ഇങ്ങനെ പറയുന്നു. പറയാൻ പോലും അറിയത്തില്ല. ഞാൻ കാണിച്ചു തരാടാ, നിന്നെയൊക്കെ കൊണ്ടുപോയ വഴിയില്ല, അവനൊക്കെ വരട്ടെ, അവനെയൊക്കെ കാണിച്ചു തരാന്ന്. ഞാൻ പറയാം എന്ത് ഒരു കുഴപ്പമില്ല, ചെയ്തോന്ന് പറ അത്ര. പക്ഷെ ഇന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞ ഒരു ഇളയതാണെങ്കിലും വലിയ മൂത്ത ആൾക്കാരെ കാണുമ്പോഴുള്ള ബഹുമാനവും കാര്യമൊക്കെ എന്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞ് അവരൊക്കെ വലിയ നിലവാരത്തിലൊക്കെ ജീവിക്കേ, ഒന്ന് അന്വേഷിക്കേ, തിരക്കേ. എന്റെ ദേവദാസനെ അവർക്ക് അധ്വാനിച്ചു കഴിഞ്ഞ് കുപ്പിയും മേടിച്ച് കുടിക്കാനേ നേരവും. നമ്മൾ എന്ത് ചെന്ന് പറയാം? ഒരു കാരണവശാലും പറഞ്ഞ് അവർക്ക് ഇപ്പോഴും നമ്മളോട് ഈ കാര്യം പറയണത് വെറുപ്പാവും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നല്ല വഴിക്ക് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പലവിധമായ സ്വന്തമായിട്ട് ഈ എന്റെ സഹോദരന്മാർക്ക് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അവർ ജോലിക്ക് പോകും. അതുകൊണ്ട് അവർക്ക് പലവിധമായ ഇങ്ങനെയുള്ള മദ്യപാനവും കാര്യം, ഈ തൊഴിൽ പോകുന്നൊരു ഷെയർ കൂടി ഇങ്ങനെ കുപ്പി മേടിച്ച് കഴിക്കുകയും ഇതൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അതിനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളുടെ അടുക്കെ ആ സ്നേഹത്തിലും അതുപോലെ എന്തെങ്കിലും അടിയന്തര കാര്യങ്ങൾക്കുള്ളപ്പോൾ നമ്മളെ കൂട്ടത്തില്ല, നമ്മളെ ഒഴിവാക്കും, വിളിക്കും. നമുക്ക് ആവശ്യമായ അടിയന്തരമാണ് നമ്മൾ പോയിരിക്കും, ആവശ്യമില്ലാത്തതിന് നമ്മൾ പോകുകയില്ല. അതുകൊണ്ട് ഭയങ്കര ഇതാണ്. ജ്ഞാനസ്നാനം, കുർബാനയ്ക്കുള്ളപ്പാട്, കുഴിയാഴ്ച, ആണ്ട്, വേണ്ടപ്പെട്ടവരുടെയൊക്കെ വീട്ടിൽ വന്ന് വിളിച്ചു കഴിഞ്ഞ് ഇവരെല്ലാവരും ഒന്ന് കൊടുക്കും. ഞങ്ങൾ മാത്രം കാണത്തില്ല. ഇവിടെയൊക്കെ ഭയങ്കര ദേഷ്യമാണ്. രണ്ടടിച്ചിട്ട് പറയും അവിടെ പോയി തല്ലണോ, ഇവന്റെയൊക്കെ വീട്ടിൽ വന്നവനെ തല്ലണം. കൂട്ടത്തിൽ ചെല്ലാത്തതുകൊണ്ടാണ്. അതിപ്പോഴും അതുപോലെ തന്നെ. പക്ഷെ അവരുടെ പെണ്ണുങ്ങൾ പറയും അവര് പോയ മോശം പടിയാണ്, നിങ്ങളെ പോലെ ഇങ്ങനെ കുടിച്ച് തെന്നിയും പാട്ടി വീടുമില്ല പെണ്ണുമില്ല മക്കളുമില്ലാതെ വഴിയരികിലും അവിടെ പട്ടിയും പുള്ളി കിടക്കുകയല്ല. അവരൊക്കെ ചെന്ന് നോക്ക് അവരുടെയൊക്കെ ജീവിതം. അവരറിഞ്ഞിരിക്കുന്ന ആ സത്യത്തിൽ നിന്ന് അവർക്ക് വരാം, അവർക്ക് ഭയം, അവർക്ക് പേടിയാ, അവർ വരികയില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ നാല് വഴിക്ക് ഇങ്ങനെ ഓടി പോകുന്നുണ്ടല്ലോ. അവർ സ്വന്തമായിട്ട് അവനൊരു തൊഴിലുമായിട്ട് പോകുന്ന ആർക്കും കൂടി പോകുന്നില്ല.
അവന്റെ കാര്യമൊന്നും നടക്കണില്ലേ? അവർ ജീവിക്കണില്ലേ? നിങ്ങളിങ്ങനെ കാണുന്നത് എല്ലായിടത്തും പേരും കയറി പോകുമല്ലോ. അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ പറയും. അവര് പറയും, ചിറ്റപ്പ പായോടൊക്കെ പറ, പായൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോക്ക് വരാം. എന്റെ ജ്യേഷ്ഠന്റെ മൂത്ത മോള് കന്യാസ്ത്രീയാ. വീട്ടിലൊക്കെ വരുമ്പോ ഞാൻ ദൈവവചനൊക്കെ പറയും. എന്റെ ചിറ്റപ്പ ഞങ്ങളോട് ഇതൊന്നും പറയണ്ട, ഞങ്ങളെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ഇന്ന് കണ്ണുനീര് കൊടുക്കും, വീട്ടിൽ ഇന്ന് കണ്ണുനീര് കൊടുക്കും. ഞങ്ങളെ നിന്റെ ഭാവി ഇപ്പൊ ചൈനയിലെങ്ങാണ്ടാ പോയിരിക്കുന്നു ആ കൊച്ചു. അതിന്റെയൊക്കെ ഭാവി പോയത്. ഇതൊന്നും പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കണ്ണീര് ഒഴിക്കും. കാരണം ഇപ്പൊ വരികയല്ല, വീട്ടിൽ വരത്തില്ല. വന്നു കഴിഞ്ഞ് നമുക്ക് പറയാനുള്ള അതേ ഉള്ളൂ. നമുക്ക് ആര് വന്നാലും കർത്താവിന്റെ മാറ്റമില്ലാത്ത ദൈവവചനം ദൈവം വിടുവിച്ച്, അത് മരണം വരെ കർത്താവ് വിടുവിച്ച സാക്ഷ്യമില്ലാതെ കൊണ്ട് ഒന്നും പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ കൊഞ്ചിക്കൊഴിഞ്ഞ് ചിരിയും കളിവായിട്ട് ഇരിക്കാൻ നമുക്ക് സമയമൊന്നുമില്ല. സമയം അടുത്തിരിക്കുക. ഇത്തരം ഒരു ഉത്തമ സാക്ഷിയായിരിക്കാൻ വലിയവനായ ദൈവം ജീവിതത്തിൽ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തന്നു. എൻ്റെ കുടുംബവും ദേശത്തും ഇനിയും ഉത്തമമായ സാക്ഷിയായി നിൽപ്പാൻ, അതുപോലെ എൻ്റെ പൈതലിന്റെ മോന്റെ പഠിത്ത കാര്യങ്ങൾ നന്നായി തന്നെ ഇപ്പോഴും കടന്നു പോകുന്നു, നന്നായി തന്നെ പോകുവാൻ എല്ലാവരുടെയും, എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന വീണ്ടും എൻ്റെ അനുഭവത്തിൽ അനേകർ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വലിയ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം. സെബാസ്റ്റ്യൻ ബ്രദർ നല്ല പാട്ട് പാടുമെന്നൊക്കെ ഞാൻ കേട്ടോ. ഒരു പാട്ടിന്റെ 4 വരി പാടാമോ? ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. പാട്ട് വളരെ മനോഹരമായി പാടാൻ ദൈവം കൃപ തന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ദൈവം അനുഗ്രഹിക്കട്ടെ. 1-2 കാര്യം കൂടി എനിക്കൊന്ന് ചോദിക്കണമെന്നുണ്ട്. ഈ കടലിൽ മത്സ്യം പിടിക്കുവാന് പോകുമ്പോൾ അല്ലെ പോയിട്ടുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള അപകടകരമായ 1-2 കാര്യങ്ങൾ ബ്രദർ സൂചിപ്പിച്ചു. എന്നാലും ജീവിതത്തില് രക്ഷപ്പെടത്തില്ല എന്ന് തോന്നി അങ്ങനെ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രക്ഷപ്പെടുക എന്ന് പറയുമ്പോ ഈ ചരുവനുമായിട്ട് ഇപ്പോഴുള്ള ഉപകരണമായിട്ട് പോകുമ്പോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഈ ചരുവനുമായിട്ട് അന്ന് നമുക്ക് സാഹചര്യമില്ല, തൊഴിൽ വാങ്ങിക്കുവാനുള്ള സാഹചര്യമില്ല. ഞാനിങ്ങനെ കൂട്ടായ്മയ്ക്ക് ഉപവാസ പ്രാർത്ഥനയൊക്കെ പോച്ചു, കൂട്ടാനൊക്കെ എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ ഈ ചെറിയ കഷ്ണം വലവായിട്ട് ഈ ചരുവത്തില് ഇങ്ങനെ നീട്ടുന്ന സാഹചര്യത്തിൽ 2 പ്രാവശ്യം ഞാൻ മരണമുഖമായി കണ്ടതാണ്. പക്ഷെ ഞാൻ എപ്പോഴും വെള്ളത്തിന്റെ അടിയിൽ കിടന്നിങ്ങനെ കാണുന്ന, ഞാൻ ദൈവത്തെ അറിഞ്ഞൊരു പൈതലാണല്ലോ. പിന്നീട് ഞാൻ ചിന്തിച്ചു, ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, നമ്മൾ വെള്ളത്തിൽ കൂടി കടന്നാൽ അത് നമ്മളെ മുക്കിക്കളയുകയില്ല, തീയിൽ കൂടി കടന്നാൽ അത് ദഹിപ്പിക്കുകയില്ല. ദൈവത്തിന്റെ വചനമുണ്ട്. ആ ദൈവത്തിന്റെ ഒരു സാക്ഷിയായിരിക്കാനായിരിക്കും എന്തോ ആകട്ടെ എന്ന് ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഞാൻ ദൈവമേ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ
ആയുസ് ദൈവം തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ വീട്ടിൽ വന്ന് പറയുമ്പോൾ എന്റെ കൂട്ടാളി ഇന്ന് നിലവിളിക്കും. അങ്ങനെ ഒരു വലിയൊരു ഭാരത്തോടു കൂടി ഞാൻ വന്നു എന്ന് പറയുമ്പോൾ ഈ വലയമായിട്ട് കിടന്ന് ഇങ്ങനെ തെറുത്തു. മരണത്തിന് ഈ അത് നമ്മുടെ വല്ലാത്ത സാഹചര്യത്തിൽ, നമ്മുടെ ജോലിയിൽ അല്ലാത്ത സാഹചര്യത്തിൽ ഒരു ക്ഷീണം വരുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് മരണം നമ്മളെ കാർന്ന് പിടിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വിഷമം ഉണ്ടാവും. മരണം നമ്മളിൽ നിന്ന് നമ്മൾ മരിച്ചു പോകുന്ന ആ ഒരു സാഹചര്യം വരും. ആ ഒരു അനുഭവം പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു പോകും. ചുറ്റിപ്പോയി. എന്റെ കൂട്ടാളിക്ക് എന്റെ കുഞ്ഞിനൊക്കെ ആരുണ്ടാകും കർത്താവേ, നിന്നെ അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ വന്ന ദേശത്തൊരു സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷെ അവിടെ എല്ലാം ദൈവം നമുക്കൊരു അനുഭവത്തിന് വേണ്ടിയാ, ഒരു അനുഭവം സാക്ഷിയായിരിക്കാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് തന്നത്. പിന്നീട് ഞാനിങ്ങനെ ദൈവസഭയിൽ നിന്നപ്പോൾ ഉപവാസ പ്രാർത്ഥനയൊക്കെ ഇരിക്കുമ്പോൾ ദേവദാസന്മാരോട് പറയുമ്പോൾ അവർ പറയും, നമ്മുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി ദൈവത്തെ നമ്മൾ ഒരിക്കലും മറന്നു കളയാതിരിക്കുവാൻ ദൈവം ആയുസ് തന്നാണെന്ന് പറയും. ആ ദൈവത്തെ എപ്പോഴും നമ്മൾ പുറകോട്ട് നോക്കി മുൻപോട്ട് നോക്കി യാത്ര ചെയ്ത് നമ്മുടെ ജീവിതം മുൻപോട്ട് തന്നെയല്ല, നമ്മൾ പുറകോട്ട് നോക്കിക്കൊള്ളണം. പുറകോട്ട് നോക്കിയാലേ നമ്മുടെ മുൻപുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്നെടുത്ത് പറഞ്ഞു തരുവാനിടയായി. അങ്ങനെ എനിക്ക് വിലവാവും. ഇപ്പോഴും ബ്രദറെ ഒറ്റയ്ക്കാണോ? ബോട്ടാണോ അതോ ചെറിയ വള്ളമാണോ? ചെറിയ വള്ളം. ഇത് അർമ്മക്കോളില്ലേ ദേവദാസന്, അർമ്മക്കോൾ കൊണ്ട് എന്നെ സെറ്റ് ചെയ്ത് ഇത് വലയിലാക്കി പൈപ്പൊക്കെ ഇട്ട് നമ്മുടെ ഇരുമ്പ് കമ്പിയൊക്കെ ഇട്ട് ഭയങ്കര സജ്ജീകരണമാണ്. ഒരു 2-3 പേർക്കൊക്കെ നമുക്ക് കയറി അതിനെ ജോലി എടുക്കും. അപ്പൊ അധികം ആഴത്തിലേക്ക് പോകത്തില്ലായിരിക്കും. ഒരു 3 കിലോമീറ്റർ ഒക്കെ അകലമൊക്കെ പോകും. 3 കിലോമീറ്റർ കരയെന്ന് ഒരു 3 കിലോമീറ്റർ അകലമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകും. അതുപോലെ തെക്കോട്ടും വടക്കോട്ടും ഒരു 3-4 കിലോമീറ്റർ അകലമൊക്കെ ഞങ്ങൾ പോകും. ഈ എഞ്ചിനില്ലാതെ പോകുന്നത് നമ്മൾ കൂടി വന്ന് 1 കിലോമീറ്ററിനപ്പുറം നമുക്ക് പോകാൻ പറ്റത്തില്ല. തുഴഞ്ഞു പോകത്ത 2 സൈഡിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നു. അത് ഭാരവാ. എന്ന് വെച്ചാൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ കൈയുടെ ഈ ഷോൾഡറിനൊക്കെ വേദനയായി. അതിന് മുട്ട് നമ്മുടെ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കും പോലെ മടക്കി വെക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒന്നായിരിക്കും. ഇപ്പൊ എഞ്ചിൻ വെച്ചാലെന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതുമേലിരുന്ന് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ ഇങ്ങനെ അതിന്റെ ഹാൻഡിലെ പിടിച്ച് ഇങ്ങനെ ഓടിക്കുന്ന ഫ്രണ്ടൊക്കെ ഇങ്ങനെ പോകും. നമ്മൾ ബാക്കിൽ ഇങ്ങനെ വലയൊക്കെ ഇരി നമുക്ക് എവിടെ വേണേലും ഓടിച്ചിട്ട് പോവാം. നമ്മൾ എന്തിനും കരുതിയാൽ മതി. പെട്രോളാണ്. അതിനകത്ത് സുരക്ഷാ സജ്ജീകരണങ്ങൾ വല്ലതും ഉണ്ടോ? നമ്മൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. അതിപ്പോ ഞങ്ങൾക്ക് ഈ മത്സ്യമേഖലയിൽ അതൊക്കെ വേണമെന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അതെ അതെ ടൈപ്പ് ഇങ്ങനെ നമ്മുടെ ടയർ പോലെ ഇരിക്കുന്ന ഇന്നുവരെ നമ്മൾ എടുത്തിട്ടില്ല. അത് 2 വായിച്ച് വെക്കണമെന്നുള്ള ഇതൊക്കെ വേണം. അതെ 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 തീർച്ചയായിട്ടും. കടൽക്ഷോഭത്തിന്റെ സമയത്ത് ഇതുമായിട്ട് പോകത്തില്ല ദാസൻ. എന്താണെന്ന് വെച്ചാൽ എഞ്ചിനും ഇത്രയും വലിയ സാധനമായിട്ട് പോയി അപകടം വന്ന് നമുക്ക് ഒറ്റക്ക് ഇവനെ മറിഞ്ഞു പോയാൽ നീത്താൻ പറ്റത്തില്ല. പൊതുവെ ശാന്തമായിരിക്കുന്ന സമയത്താണ് പോകുന്നത് അല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കടൽക്ഷോഭം ആയിക്കഴിഞ്ഞ് ഞങ്ങൾ ഈ എഞ്ചിൻ ഇല്ലാത്തത് വെച്ചിട്ടാ പോകും. നമ്മൾ മറിഞ്ഞാലും അടുത്തുള്ള ഒരാളെ വിളിച്ച് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നീത്തിയെടുക്കാം. ആ ഒരു സംവിധാനമാണ്. ചെറിയ രീതിയിലുള്ള മത്സ്യബന്ധനവുമായിട്ട് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നു. അതെ അതെ. വളരെ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ മത്സ്യ ലഭ്യത എല്ലാം. കിട്ടുന്ന മീനുകളൊക്കെ എടുക്കാനെ കൊണ്ട് കരയില് ആൾക്കാരുണ്ടാവുമല്ലോ അല്ലയോ? തന്നെ ഉണ്ട്, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. കച്ചവടമൊക്കെ ഉണ്ട്. ഈ തരകന്മാരും കമ്മീഷക്കാരും ഒക്കെ എല്ലാവരും ഉണ്ട്. നമ്മൾ അവിടെ കൊണ്ട് കൊടുത്താൽ മതി. പിന്നെ തീരെ വിലയില്ലാതെ വരുമ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറ്റി ഇങ്ങനെ ടൗണുകളിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. മലയാടെ കൊണ്ടുവന്ന് കൊടുക്കും. അത് ശരി. അപ്പൊ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രഷ് മീനല്ലേ. അതെ 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 പിടയ്ക്കുന്ന മീൻ. കോളച്ചാനൊക്കെ വിളിച്ചു പറയുമ്പോ ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ. കോളച്ചാന ആരെങ്കിലും ഒക്കെ വിളിച്ചൊക്കെ പറയും. അങ്ങനെ ആളുകൾ ഒന്ന് മാർക്കറ്റ് പോകുന്നതിലൊക്കെ കാര്യമായിട്ട് ഞങ്ങൾ ഒരു 10-9 രൂപയൊക്കെ വില കുറച്ചൊക്കെ ഞങ്ങൾ കൊടുക്കും. അപ്പം ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ വല ഇറക്കി കഴിഞ്ഞിട്ട് മണിക്കൂറുകളോളം കാത്തിരിക്കണമായിരിക്കും അല്ലയോ? ഇല്ല മണിക്കൂറില്ല. ഇപ്പൊ ഞങ്ങളിപ്പോ പോകുന്നത് ഒരു 4-5 മണിക്ക് വെളുപ്പിന്. എനിക്ക് രാവിലെ ടൈം തന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ഇപ്പൊ 5 മണിക്ക് 4:30 നമ്മൾ പോയി. ഇപ്പൊ മീൻ അറിയുന്ന അനുസരിച്ച് ഇപ്പൊ ഫോണുള്ളതുകൊണ്ട് തമ്മിൽ വിളിച്ചു പറയും ഏത് മേഖലയിലാണ് മീനുണ്ടെന്ന്. അതിനനുസരിച്ച് നമ്മൾ പോയ ഒരു മണിക്കൂർ എടുക്കത്തില്ല. എല്ലാം കൂടി
1 മണിക്കൂർ എടുക്കത്തില്ല. നമ്മൾ പോയി മീനെ അന്വേഷിച്ച് പിടിച്ച് ഈ മീനും വല ഇട്ട് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിയുന്ന മുമ്പ് നമ്മൾ വെള്ളത്തിൽ നിന്ന് വല കയറ്റിയിരിക്കും. വല വലിക്കുന്ന ഒരു താമസമേ ഉള്ളൂ. വലിച്ചു കയറ്റി കര വരുമ്പോ ഒരു 1.5 മണിക്കൂർ, 7 മണിക്ക് 7-7:30 നമ്മൾ കരയിൽ വരും. എല്ലാ ജോലി ഈ മത്സ്യങ്ങൾ അതിനകത്ത് നിന്ന് എടുത്ത് കൊടുക്കുന്നെടുത്ത് നമ്മൾ കൊണ്ട് കൊടുത്ത് ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ജോലി 11 മണി ആകെയല്ല, ഈ കൂടുതലുണ്ടെങ്കിലേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇനി നമ്മുടെ പണി തരും. അപ്പൊ നമ്മളെ സഹായിക്കാനായിട്ട് കരയിലെ ആളുണ്ടാവും. 2 അച്ചായന്മാരെന്റെ കൂട്ടത്തിലുണ്ട് സഹായിക്കാൻ. ഓക്കെ, സെബാസ്റ്റ്യൻ ബ്രദറിന്റെ നല്ല അനുഭവങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഇത്രയും സമയം പങ്കുവച്ചതിന് വളരെ സന്തോഷമുണ്ട്. കടലിലെ തിരയിൽ നിന്നും തീരത്തേക്ക് ഉള്ളതായ ആ യാത്രയും, തീരത്ത് നിന്ന് കടലിലേക്കുള്ളതായ ആ യാത്രയും, അതിന്റെ നടുവിലുണ്ടാകുന്നതായ ആ നല്ല അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തമായ ഓർമ്മകളാണ്. പലപ്പോഴും കരയിലെ അനുഭവങ്ങളും ഓർമ്മകളുമാണ് അധികം പേർക്കും പറയാനുള്ളതെങ്കിൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി സഹോദരൻ സെബാസ്റ്റ്യന് പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കരയിലെയും കടലിലെയും ഓർമ്മകൾ ഒരുപോലെ പങ്കുവച്ച സഹോദരനോട് വളരെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്കും ഈ പ്രിയപ്പെട്ട സഹോദരൻ സെബാസ്റ്റ്യന്റെ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അത് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവത്തിന്റെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സെബാസ്റ്റ്യൻ ബ്രദർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനാദയമേ, സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അരോമ ടിവിയിൽ ഹല്ലേലൂയ പ്രേക്ഷകരായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അത്ഭുത സാക്ഷിയായി കർത്താവെ സമയങ്ങളിലായിരിക്കുന്ന എന്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് അത് കേട്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവ സാക്ഷ്യമായിരിക്കാൻ കർത്താവെ അവിടെ ഇടയാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അവർ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം, അവരുടെ പ്രോഗ്രാമുകൾക്കായി സ്തോത്രം. നന്നായി അത് എല്ലാം പ്രയോജനപ്പെടുവാൻ കർത്താവെ ഞങ്ങളുടെ രാജ്യം ഒട്ടാകെ കർത്താവെ കേൾക്കുന്ന എല്ലാവർക്കും ഹല്ലേലൂയ ദൈവമേ വലിയൊരു അനുഭവ രീതിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് മാറ്റണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒറ്റ ആഗ്രഹം ഹല്ലേലൂയ കർത്താവെ ഒരു ആത്മാവ് സ്വർഗത്തിൽ പേരെഴുതുകയും വിടുവിക്കുകയും ചെയ്യുന്നതാണല്ലോ. അത് എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളുടെ അനുഭവത്തിലേക്ക് അത് മറ്റുള്ളവർക്ക് അത് മാറി കർത്താവെ വരുവാൻ തക്കവണ്ണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ഭംഗിയായി കർത്താവെ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം പ്രോഗ്രാമിന് ദൈവത്തോടൊന്ന് സഹായിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിനായി എന്റെ ദാസനെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവിടെ നിന്ന് കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. പിന്നെയും കർത്താവെ ശുശ്രൂഷകളിൽ നന്നായി കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസനെ അവരുടെ കുടുംബമായി അവരുടെ വേലകളിലെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി സഹോദരൻ സെബാസ്റ്റ്യൻ അവர்கள் ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവ സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ആശ്രയ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായ പ്രിയ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ കൂടി ആയിത്തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം.
ഇമെയിൽ aroma matrimony2020@gmail.com.